അവള് കഴിയുന്നില്ലടാ നോമ്പെടുത്തിട്ട് മിസ് ആയിട്ടില്ല. Good morning. ഗുഡ് മോർണിംഗ് മിസ്. ഗുഡ് മോർണിംഗ് മിസ്. മിസ്സിന് സുഖായോ? എന്താ പറ്റിയെ? അല്ല ലീവ് എന്തോ തണുപ്പ് പിടിച്ചിട്ടാ പറ്റാ. ലീവ് എന്തായിരുന്നു? ലാസ്റ്റ് മൺഡേ ഞാൻ ലീവായിരുന്നോ? ആ മിസ്സേ ഓർമ്മയില്ല ഞാൻ എന്തിനാ ലീവ് എടുത്തെന്നുള്ളത്. മോസ്റ്റ് പ്രോബ്ലി എന്തെങ്കിലും ഒരു എമർജൻസി അന്ന് വന്നു കാണും. അതായിരിക്കും ലാസ്റ്റ് മൺഡേ ഞാൻ ലീവ് എടുത്തത്. എന്തിനാ ലീവ് എടുത്തത് ഞാൻ ഓർക്കണില്ല. എനിവേ വി ഹാവ് ക്ലാസ് ടുഡേ. ഓക്കെ, സോ നിങ്ങൾ പ്രെയർ എല്ലാം സ്റ്റാർട്ട് ചെയ്തിരുന്നോ? ഇല്ല മിസ്സേ. ഓക്കെ പ്ലീസ്. യെസ്. ആരുമില്ലേ പ്രേയറിന്? സെക്കൻഡ് പ്രേയർ ആണോ? ഇതെന്താ ആരും പറയാത്തെന്ന് അറിയില്ല. ഞാൻ എനിക്ക് പാടാൻ അറിയില്ല മിസ്സേ, ഞാൻ പറയാം. കൈതൊഴാൻ ദൈവമേ കരുണ ചെയ്ക നീ രൂപനെ, പരമാണുവിലും പ്രാണബിന്ദുവായി പരിലസിക്കും നിൻ പ്രകാശമേ, കൈകോർത്ത് യോജിച്ചു മുന്നോട്ടു പോകുവാൻ കാരുണ്യവാനെ സൽബുദ്ധിയേകൂ. താങ്ക് യു മിസ്. തോട്ട് ഓഫ് ദ ഡേ ഞാനോ മിസ്സേ? ഞാൻ പറയാം. ജീവിതമാണ് നല്ലതും ചീത്തയുമായ പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നേക്കാം.
ജീവിതമാണ് നല്ലതും ചീത്തയുമായ പല അനുഭവങ്ങളും നേരിടേണ്ടി വന്നേക്കാം. അവിടെ നാം നമ്മെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യരുത്. കിട്ടുന്നതെന്തും ദൈവത്തിന്റെ അനുഗ്രഹമാണെന്നും നഷ്ടപ്പെടുന്നത് നമുക്ക് അർഹതപ്പെട്ടതല്ലെന്നും തിരിച്ചറിയുക. താങ്ക് യു മിസ്. താങ്ക് യു ഫ്രണ്ട്സ്. സൈന്യം ഞാൻ പറയാമേ. ഗുഡ് മോർണിംഗ് മാം, ഗുഡ് മോർണിംഗ് ഓൾ. വനിതാ ദിനം, ഇന്നലെ നമ്മൾ വനിതാ ദിനം ആഘോഷിച്ചല്ലോ. അപ്പൊ എല്ലാവർക്കും ബിലേറ്റഡ് വിമൻസ് ഡേ വിഷസ്. അപ്പൊ ഞാൻ ഇന്ന് ഒരു നമ്മുടെ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ അധ്യാപികയായ സാവിത്രിബായി ഫുലെ കുറിച്ചാണ് 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. സാവിത്രിബായി ഫുലെ ഒരു ആധുനിക മറാത്തി കവിതയുടെ മാതാവായിട്ടാണ് അവർ അറിയപ്പെടുന്നത്. അത് നമ്മുടെ സ്ത്രീ വിദ്യാഭ്യാസത്തിനും സാമൂഹിക പരിഷ്കരണത്തിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച ഒരു മഹത് വ്യക്തിയാണ്. 19-ാം നൂറ്റാണ്ടിൽ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടിരുന്ന കാലത്താണ് അവര് ഈ രംഗത്തേക്ക് കടന്നു വന്നത്. 1848 പൂനെയിലെ ബിഡേവാഡയിൽ അവർ ആദ്യത്തെ ഒരു പെൺകുട്ടികൾക്ക് വേണ്ടി ഒരു സ്കൂള് ആദ്യം ആരംഭിച്ചത്. ജ്യോതിറാവ് ഫുലെയോടൊപ്പം ചേർന്ന് താഴ്ന്ന ജാതിയിലെ ഉള്ളവരുടെ അവകാശങ്ങൾക്കായിട്ടാണ് അവർ കൂടുതൽ പ്രവർത്തിച്ചത്. ഗർഭിണികളായ വിധവകളെ സംരക്ഷിക്കുന്നതിനും ശിശുഹത്യ തടയുന്നതിനുമായി അവർ സ്ഥാപനം തുടങ്ങി. അത് ബാലഹത്യ പ്രതിബന്ധക ഗൃഹം എന്നാണ് അത് അറിയപ്പെടുന്നത്. പിന്നെ അയിത്തത്തിനെതിരായിട്ട് പോരാടി സ്വന്തം വീട്ടിലെ കുടിവെള്ള ടാങ്ക് അവർ താഴ്ന്ന ജാതിയിലുള്ളവർക്കായിട്ട് തുറന്നു കൊടുത്തു. അങ്ങനെയാണ് അവർ ആദ്യം പ്രവർത്തിച്ചത്. പിന്നെ സാവിത്രിബായി സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുമ്പോൾ അന്നത്തെ ആളുകൾ അവരെ തടയുകയും ചാണകവും കല്ലൊക്കെ എറിയുകയും ചെയ്യുമായിരുന്നു. എന്നാൽ ഇതൊന്നും വകവെക്കാതെ തന്റെ കൈവശം കരുതിയിരുന്ന മറ്റൊരു സാരി ധരിച്ച് അവർ തന്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറി. അവരുടെ മരണം 1897 പൂനെയിൽ പ്ലേഗ് പടർന്നു പിടിച്ചപ്പോൾ രോഗികളെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അവർക്ക് രോഗം ബാധിച്ചു. അങ്ങനെയായിരുന്നു അവരുടെ അന്ത്യം. അപ്പം എല്ലാവർക്കും എന്തായാലും ഒരു സാവിത്രിബായി ഫുലെ അത് നമ്മുടെ ഒരു നല്ലൊരു മോട്ടിവേഷണൽ നമുക്ക് എല്ലാവർക്കും തരുന്നതാണ്. അപ്പം ഒരു വനിതാ അധ്യാപിക, ഒരു സോഷ്യൽ വർക്ക് ആക്ടിവിസ്റ്റും കൂടി ആയിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം ഈ വനിതാ ദിനത്തിൽ എനിക്ക് എല്ലാവർക്കും നല്ലൊരു വനിതാ ദിനം ആശംസിക്കുന്നു. വെൽക്കം ടു ദ ക്ലാസ്. ഓക്കെ, താങ്ക് യു ഓൾ. ശരിക്കും നല്ലൊരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി അല്ലേ സാവിത്രിബായി. കാരണം ആ ഒരു കാലഘട്ടത്തിൽ ഒരു സ്ത്രീ അത്രയും ധൈര്യത്തോടു കൂടി അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് സ്വന്തം ജീവിതം ഒഴിഞ്ഞു വെച്ചു വിദ്യാഭ്യാസത്തിന്റെ പേരിൽ. അങ്ങനെ പല കാര്യങ്ങളുടെയും പേരിൽ ഡിസ്ക്രിമിനേഷൻ അനുഭവിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു അവരവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചത്. അവരെ പോലുള്ളവര് ഇനിയും നമ്മൾക്ക് ആവശ്യം തന്നെയാണ്. കാരണം എന്താന്ന് വെച്ചാൽ അവരെ വിദ്യാഭ്യാസത്തിലൂടെയാണ് മാറ്റങ്ങൾ നടത്താനായിട്ട് ശ്രമിച്ചത്. വിദ്യാഭ്യാസമാണ് ഏറ്റവും വലിയ വെപ്പൺ. ആ ഒരു രീതിയിൽ പലരും പറയാറുണ്ടല്ലോ. നമ്മൾ പലപ്പോഴും നിങ്ങൾ കോട്സ് ഒക്കെ പറയുമ്പോൾ മിക്ക ക്ലാസ്സുകളിലും, എല്ലാ ക്ലാസ്സിലും തന്നെ കേൾക്കുന്നതാണ് എഡ്യൂക്കേഷൻ ഈസ് ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ എന്നുള്ളത്. എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് പലതും മാറ്റാനായിട്ട് പറ്റും. എന്റെ മോള് ഡൽഹിയിലെ ആണ് പഠിക്കുന്നത്. അവളിപ്പോ അവിടുന്ന് കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് തിരിച്ചു വന്നു. അപ്പൊ അവള് ഹോളി സമയത്ത് ലക്നൌവിലുള്ള അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിൽ ചെന്നു. അവിടെ കണ്ടൊരു പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജോയിന്റ് ഫാമിലിയാണ്. 20ഓളം ആളുകൾ ആ ഒരു കുടുംബത്തിലുണ്ടെന്നാണ് അവൾ പറഞ്ഞത്. പക്ഷെ അവർ ഒരു കാര്യം നമ്മളെ പറ്റി പറഞ്ഞു, വേറെ ഒന്നുമല്ല, കേരളത്തിലാണ് എല്ലാ മതത്തിലുള്ളതും എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ടുള്ള ആളുകൾ ഒരുമിച്ചിരുന്ന് സന്തോഷത്തോടു കൂടി ഭക്ഷണം കഴിക്കുന്ന കാഴ്ച കണ്ടിട്ടുള്ളത്. ബാക്കി എല്ലായിടത്തും നോർത്തിലൊക്കെ ഭയങ്കര ഡിസ്ക്രിമിനേഷൻ ആണ് അല്ലെ, ജാതിയുടെ പേരിലും സമ്പത്തിന്റെ പേരിലും പൊസിഷന്റെ പേരിലും എല്ലാം ഉള്ള ഡിസ്ക്രിമിനേഷൻ, സ്റ്റാറ്റസ് ആ ഒരു രീതിയിൽ കാണാം. കേരളത്തിലാണ് ഈ ഒരാള് ഇവിടെ എന്തോ ഒരു ജോലി ആവശ്യത്തിന് വന്ന് കുറച്ചുനാൾ വർക്ക് ചെയ്തപ്പോ അവളോട് ഷെയർ ചെയ്ത കാര്യമാണ്. അവിടെ മാത്രമാണ് ഞാൻ അങ്ങനെ കണ്ടിട്ട് പോകില്ല. ഹിന്ദു ആണെങ്കിലും ക്രിസ്ത്യൻ ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ആരായാലും ശരി, എല്ലാവരും ഒരുമിച്ചിരുന്ന് വളരെ സ്നേഹത്തോടു കൂടിയും സന്തോഷത്തോടു കൂടിയും ഭക്ഷണം കഴിക്കുന്ന കാഴ്ച ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ പലയിടങ്ങളിലും അത് വേറെ പല രീതികളിലാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമായിരുന്നു. നമുക്കിപ്പം ലോകങ്ങളിൽ സഞ്ചരിക്കുമ്പോൾ, യൂറോപ്യൻ കൺട്രീസിൽ സഞ്ചരിക്കുമ്പോൾ കളറിന്റെ പേരിൽ ഡിസ്ക്രിമിനേഷൻ ഉണ്ട്, ഒരു റാസിസം അല്ലെ. അതായത് ബ്ലാക്ക്, വൈറ്റ്, അവിടെ നമ്മളുടെ സ്കിന്നിന്റെ ആ ഒരു ടെക്സ്ചർ അല്ലെങ്കിൽ ആ ഒരു കളർ എന്ത് തന്നെയാണെങ്കിൽ പോലും ഏഷ്യൻ ആണ് ബ്ലാക്ക്. അവരുടെ മുന്നിൽ ബ്ലാക്ക് ആണ്. അവിടെ ഇന്ത്യൻ അങ്ങനെ സെപ്പറേഷൻ ഇല്ല, ഏഷ്യൻ ബ്ലാക്ക് ആണെന്നുള്ള രീതിയിൽ.
അങ്ങനെയൊക്കെ പറയാൻ ഇങ്ങനെ കേട്ടിട്ടുണ്ട്. പണ്ട് ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിലായിരുന്ന സമയത്ത് അദ്ദേഹത്തെ ഇറക്കി വിട്ട കാര്യവും അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കാനും നമ്മൾ വായിച്ചിട്ടും ഒക്കെ ഉണ്ട്. എനിവേ നമുക്ക് ഈ ഡിസ്ക്രിമിനേഷൻ ഇല്ലാതൊക്കെ എഡ്യൂക്കേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ല എന്നുള്ളതാണ് ശരിക്കും. ടീച്ചർ എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണുന്നു. കുട്ടികൾ യുണീക്ക് ആണെങ്കിലും കുട്ടികളെ എല്ലാരെയും ഒരേപോലെ കാണുന്നു. അവരുടെ പൊട്ടൻഷ്യൽ തിരിച്ചറിഞ്ഞ് അവരെ മുന്നോട്ട് നയിക്കുന്ന ഒരാളാണ് ഒരു ടീച്ചർ എന്ന് പറയുന്നത്. ഇവിടെ സാവിത്രിബായി നമുക്കൊരു ഇൻസ്പിരേഷൻ ആകട്ടെ, മാതൃകയാവട്ടെ അല്ലെ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. വുമൻസ് ഡേ എന്ന് പറയുന്നതിനേക്കാളും നമ്മളുടെ ആ എവറി ഡേ വി ഹാവ് ടു വർക്ക് ആൻഡ് വി ഹാവ് ടു പ്രൂവ് അവർ പൊട്ടൻഷ്യൽ. നമ്മൾക്ക് പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് നമുക്ക് കാണിക്കാനായിട്ട് പറ്റണം. ബട്ട് സംടൈംസ് വാട്ട് ഹാപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പലപ്പോഴും സൂപ്പർ മോം എന്നുള്ള ഒരു പട്ടം കാണിക്കുന്നു. ഞാൻ വുമൻസ് ഡേ സാധാരണ ഞാൻ പല പല രീതിയിലുള്ള സ്റ്റാറ്റസ് ഇടുന്നുണ്ടാവും. വുമൻസ് ഡേക്ക് എനിക്ക് അങ്ങനെ ഇടാൻ തോന്നിയില്ല. ഞാൻ പല ഗ്രൂപ്പുകളിലും പേഴ്സണലി എനിക്ക് അയച്ചു തന്ന പല ഫോർവേഡഡ് മെസ്സേജിലും കണ്ടതാണ് സ്ത്രീക്ക് 10-12 കൈ, ഓരോ കയ്യിലും ഓരോ സാധനം, കുട്ടികൾ, ജോലി, തലയിൽ കുറെ ചുമട്. എനിക്കത് കണ്ടിട്ട് തന്നെ ചിരിക്കണോ എന്ന് മനസ്സിലായില്ല. അങ്ങനെ ഒരു സൂപ്പർ വുമൺ ഒന്നുമല്ല. നമുക്ക് നമ്മളുടേതായ ഷോർട്ട് കമ്മിങ്സ് ഉണ്ട്, നമ്മളുടേതായ കുറവുകളുണ്ട്, നമുക്ക് ഇമോഷൻസ് ഉണ്ട്, ഫീലിങ്സ് ഉണ്ട്, ആങ്കർ ഉണ്ട്, ഫ്രസ്ട്രേഷൻ ഉണ്ട്, നമുക്ക് ദേഷ്യം വരും, റൈറ്റ്? അപ്പൊ അങ്ങനെ വരുമ്പോ ഒരിക്കലും നമുക്കൊരു സൂപ്പർ വുമണിനെ പോലെ ഒന്നും ഇതാകാൻ പറ്റില്ല. സൂപ്പർ എന്നുള്ള വാക്ക് ആരെങ്കിലും നമുക്ക് ചേർത്ത് തന്ന് സൂക്ഷിച്ചോ, അതൊരു ട്രാപ്പാണ്. സോ വൺസ് അത് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ സ്ട്രഗിൾ ചെയ്യും. നമുക്ക് കിട്ടിയ ആ ഒരു പട്ടം ശരിയാക്കാൻ വേണ്ടിയിട്ട്. സൂപ്പർ അമ്മ എന്ന് കുട്ടികൾ വരണ വിചാരിച്ച ഒരു ട്രാപ്പാണ്. എല്ലാ കാര്യങ്ങളും നമ്മളെ കൊണ്ട് ചെയ്യിക്കും. ഹസ്ബൻഡ് പറഞ്ഞു കഴിഞ്ഞാൽ, വേറെ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഓർത്തു എവറി ടൈം നമ്മൾ സൂപ്പർ വുമൺ ആകാനുള്ള സ്ട്രഗിളിൽ നമ്മളെ തന്നെ മറന്നു. സോ വി ഹാവ് ഇമോഷൻസ്, വി ഹാവ് ഫീലിങ്സ്, വി ഹാവ് ആങ്കർ, ഫ്രസ്ട്രേഷൻ, എല്ലാം ഉണ്ട്, പെയിൻ ഉണ്ട്. ഓക്കെ ഓക്കെ ഫൈൻ. ലാസ്റ്റ് ക്ലാസ് നമ്മൾ എന്തായിരുന്നു? 6th ചാപ്റ്റർ മെന്റൽ ആൻഡ് ഹൈജീൻ. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ, റൈറ്റ്? 6th യൂണിറ്റ് അല്ലേ? അത് സ്റ്റാർട്ട് ചെയ്തോ? അത് ലാസ്റ്റ് ആയതോളൂ മാം. ലാസ്റ്റ് വരെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് PFA അതിന്റെ മാത്രം മോക്ക് ടെസ്റ്റ് ഇല്ല, ബാക്കി എല്ലാത്തിന്റെയും മോക്ക് ടെസ്റ്റ് PFA എന്ന് പറഞ്ഞ PDF ഞാൻ തന്നിരുന്നോ? തന്നിരുന്നു, മിസ് അയച്ചു തന്നിരുന്നു. സൈക്കോളജിക്കൽ അത് നമ്മൾ ക്ലാസ്സിൽ എടുത്തോ? ഇല്ല, ക്ലാസ്സിൽ എടുത്തില്ലേ? അതാണ് അതും കൂടെ ചേർത്തിട്ട് മോക്ക് ടെസ്റ്റ് റെഡിയാണ് നിങ്ങളുടെ ബാച്ചിന്. ഈ PFA എടുത്തു കഴിയുമ്പോൾ അത് ചെയ്യാം. അപ്പൊ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇനി കുറച്ച് പോർഷൻ കംപ്ലീറ്റ് ചെയ്യണ്ടോ? യെസ് പ്ലീസ്. മിസ്, അതിന്റെ കൂടെ 5ാമത്തെ റെക്കോർഡിൽ എന്തോ വന്നിട്ടുണ്ട്, അതെന്താണ്? അപ്പാരറ്റസ് എന്ന് പറഞ്ഞു. അതിപ്പോ മോണ്ടിസോറി അപ്പാരറ്റസ് ചാർജ് ഇല്ല. ഓക്കെ, നിങ്ങൾക്ക് 5ാമത്തെ ഒരു റെക്കോർഡ് വന്നിട്ടുണ്ട് അല്ലെ? ഇതിൽ 4 റെക്കോർഡാണ് നമ്മൾ എഫേർട്ട് എടുത്ത് നമ്മളുടെ ഓൺ ക്രിയേഷനിൽ, നമ്മളുടെ ഐഡിയയിൽ നമ്മൾ ചെയ്യേണ്ടത്. 5ാമത്തെ റെക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മോണ്ടിസോറി മെറ്റീരിയൽസിന്റെ ഡീറ്റെയിൽസ് ആണ്. അത് തന്നെയാണ് മോഡ്യൂൾ 3. അത് തന്നെയല്ല, അങ്ങനെ എക്സാക്ട് അല്ല. മോഡ്യൂൾ 3 ഡോക്ടർ മറിയ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിനെ കുറിച്ചാണ്. അതായത് ഡോക്ടർ മോണ്ടിസോറി ക്ലാസ് റൂമിനെ അല്ലെങ്കിൽ മോണ്ടിസോറി എൻവിയോൺമെന്റിനെ 5 ഏരിയ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മോഡ്യൂൾ 3യുടെ സിലബസ് കണ്ടന്റ് അല്ലെങ്കിൽ മോഡ്യൂൾ 3യുടെ പോർഷൻസ് എടുത്തൊന്ന് മറിച്ചു നോക്കിക്കഴിഞ്ഞാൽ, കയ്യിലുണ്ടെങ്കിൽ മറിച്ചു നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മോഡ്യൂൾ 3ക്ക് 5 പാർട്ട് കാണും. നമുക്കിപ്പോ പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 എന്നൊക്കെ പറയുന്നത് 5 പാർട്ട് ഉണ്ടാവും. ഈ 5 പാർട്ട് എന്ന് പറയുന്നത് ഡോക്ടർ മോണ്ടിസോറി ക്ലാസ് റൂമിനെ ഡിവൈഡ് ചെയ്ത 5 ഏരിയയാണ്. ഓരോ ഏരിയയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ഡിസ്ക്രിപ്ഷനും അതിലെ ആക്ടിവിറ്റീസുമാണ് ഓരോ പാർട്ടിലുള്ളത്. ഇനി അതിന് തിയറി എക്സാം ഒന്നുമില്ല, അത് പ്രാക്ടിക്കൽസ് ആണ്. ഡോക്ടർ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത മെയിൻ മെറ്റീരിയൽസിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾസും ഫീച്ചേഴ്സും ഒരു കുട്ടി അതിൽ നിന്ന് എന്തെല്ലാം പഠിക്കുന്നു അങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്കിപ്പോ വന്നിരിക്കുന്ന 5ാമത്തെ റെക്കോർഡിലുള്ളത്. ഈ റെക്കോർഡ് എന്റെ ഓൺ റൈറ്റിംഗ് ആയിട്ടുള്ള റെക്കോർഡ് ഞാൻ നമ്മുടെ ബാച്ചിൽ, കാരണം എന്റെ റെക്കോർഡിൽ കുറച്ച് ഗ്രാമർ മിസ്റ്റേക്ക്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഞാൻ നമ്മുടെ ഫസ്റ്റ് ബാച്ചിൽ ഒരു കുട്ടിയെ കൊണ്ട് എഴുതിച്ചിട്ട് കറക്റ്റ് ചെയ്ത് എഴുതിച്ചിട്ട് ആ കോപ്പി ആയിരുന്നു എല്ലാ ബാച്ചിലേക്കും സ്കാൻഡ് കോപ്പി കൊടുത്തിരുന്നത്.
പക്ഷേ ചിലർക്ക് ചിലരുടെ ഹാൻഡ് റൈറ്റിംഗ് റീഡബിൾ അല്ല, അങ്ങനെ വരുമ്പോഴേക്കും ഇത്തിരി ബുദ്ധിമുട്ട് കുട്ടികൾ പറഞ്ഞപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ചെക്ക് ചെയ്ത് ഗ്രാമറും വൊക്കാബുലറിയും ഒക്കെ കറക്റ്റ് ആക്കി സിമ്പിൾ ആക്കി, അതിന്റെ കണ്ടന്റ് ആർക്ക് വായിച്ചാലും മനസ്സിലാകുന്ന രീതിയിൽ സിമ്പിൾ ആക്കി. പിന്നെ ഇപ്പൊ അപ്ഡേറ്റഡ് ആയിട്ട് പല മെറ്റീരിയൽസും ഉണ്ട്, ഓരോന്നിനെയും അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ അപ്ഡേറ്റഡ് ആയതൊക്കെ ആഡ് ചെയ്ത ഒരു നല്ലൊരു ഡോക്യുമെന്റ് ആണ് ഇപ്പൊ നിങ്ങൾക്ക് അയച്ചത്. നിങ്ങൾ ചെയ്യേണ്ടത് ആ റെക്കോർഡ് ഡീറ്റെയിൽസ് സമയം കിട്ടുമ്പോൾ നല്ല പോലെ വായിച്ച് നിങ്ങളുടെ 5ാമത്തെ റെക്കോർഡ് ബുക്കിലേക്ക് കോപ്പി ചെയ്യുക. ക്ലിയർ ആയോ? നമ്മൾ പാർട്ട് 3, നമ്മുടെ മോഡ്യൂൾ 1 പാർട്ട് 3 ഉണ്ടല്ലോ, പാർട്ട് 3യിലാണ് മോണ്ടിസോറി മെത്തേഡിന്റെ തിയറി, മെത്തേഡ്സ്, ആപ്ലിക്കേഷൻസ് അങ്ങനത്തെ കാര്യങ്ങളെല്ലാം പഠിക്കുന്നത്. നമ്മളുടെ കോർ ടോപ്പിക് എന്താണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് നമ്മൾ പഠിച്ചു വരുന്നത് പാർട്ട് 3യിലാണ്. അതിന്റെ പാരലലി തന്നെ നമ്മൾ പ്രാക്ടിക്കൽസും സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ പാർട്ട് 3 ആകുമ്പോഴേക്കും നിങ്ങൾ ആ റെക്കോർഡ് കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ പ്രാക്ടിക്കൽസ് സ്റ്റാർട്ട് ചെയ്ത് ഓരോ മെറ്റീരിയലിനെ പറ്റി പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റെക്കോർഡിൽ ആ ഓരോ മെറ്റീരിയൽസ് പറ്റ ഡീറ്റെയിൽസ് ഉണ്ടാവും. ഇനി ആ മെറ്റീരിയൽസിന്റെ പിക്ചേഴ്സും നമ്മൾ PDF ആയിട്ട് അയച്ചു തരും. അപ്പോൾ ഓരോ മെറ്റീരിയലിന്റെ ആ ഒരു ടൈറ്റിൽ അത് നോക്കിയിട്ട് ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇടണം കേട്ടോ. റെക്കോർഡിലേക്ക് കോപ്പി ചെയ്യുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ അതിന്റെ കറസ്പോണ്ടിങ് പിക്ചേഴ്സ് ഒട്ടിച്ചൊട്ടിച്ച് പോവാം. ക്ലിയർ ആയോ? മിസ് അത് അതുപോലെ തന്നെ എഴുതിയാൽ മതിയോ? ഗ്രൂപ്പിൽ വന്നിരിക്കുന്നത് ഹെഡിങ് ഒക്കെ അതുപോലെ തന്നെ, നമ്മൾ ജസ്റ്റ് വേറെ ഒന്നും മാറ്റാനില്ലല്ലോ? ഒന്നും മാറ്റാനില്ല, അതുപോലെ തന്നെ എഴുതിയാൽ മതി. ഹെഡിങ് നോക്കിയിട്ട് വേണം പിക്ചർ ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കാൻ. എഴുതുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ എഴുതരുത്, റൈറ്റ് സൈഡ് മാത്രം എഴുതുക. കാരണം ഓരോ മെറ്റീരിയൽസിന്റെ പിക്ചറും നമുക്ക് ലെഫ്റ്റ് സൈഡിൽ ഒട്ടിക്കണം. ക്ലാസ് റൂമിലാണോ വന്നിരിക്കുന്നത്? ക്ലാസ് റൂമിലല്ലേ വന്നിട്ടുള്ളത്? കുറച്ച് ദിവസം മാം നേരത്തെ അയച്ച ഒരു PDF ഇല്ലേ, അത് എനിക്ക് കിട്ടിയിട്ടില്ല, അത് വന്നിട്ടില്ല. മോണ്ടിസോറിന്റെ വന്നു, റെക്കോർഡിന്റെ വന്നു. അപ്പൊ മാം ഒരു PDF-ന്റെ കാര്യം പറഞ്ഞില്ല, അത് ആണോ? വന്നിട്ടില്ല. PF വന്നിട്ടില്ല. എനിക്ക് കിട്ടിയിട്ടില്ല. എല്ലാരുടെയും കാര്യം അറിയില്ല. കിട്ടിയിട്ടില്ല മിസ്സേ. എന്തോ? എനിക്കും കിട്ടിയിട്ടില്ല. ആർക്കും കിട്ടിയിട്ടില്ലേ? പക്ഷേ ആർക്കാ കിട്ടിയിട്ടുണ്ട് മിസ്, എനിക്ക് കിട്ടിയേക്കുന്നെ? കിട്ടിയിട്ടുണ്ട്. ആൻസിക്ക് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു, ആൻസിക്ക് എന്നാണ് കിട്ടിയിട്ടുണ്ട് പറഞ്ഞു. എന്നാണ് റിസീവ് ചെയ്തേക്കുന്നത്? ഡേറ്റ് പറയൂ. ഓക്കെ, നോ പ്രോബ്ലം. ആ PDF-ലുള്ളതല്ലേ മിസ് ഇപ്പോ റെക്കോർഡിൽ എഴുതാൻ പറഞ്ഞത്, അല്ലാണ്ട് നമ്മളെ ഈ 3rd മോഡ്യൂളിൻ്റെതല്ലല്ലോ, ബുക്കിലത്തെ അല്ല അല്ല PDF-ലത്തത്. അല്ല, PDF. ഓക്കെ. ഒന്ന് കാണിക്കാവോ അതുകൊണ്ട് മാം? PDF കയ്യിലുണ്ടെങ്കിൽ. ഓക്കെ, ഇനി ആ റെക്കോർഡിന്റെ ഡീറ്റെയിൽസിൽ ഡൗട്ട് ഉണ്ട്. അതായത് 5ാമത്തെ റെക്കോർഡാണ് നിങ്ങൾ എഴുതുന്നത്. ഇപ്പൊ എത്ര റെക്കോർഡിന്റെ ഡീറ്റെയിൽസ് തന്നു? 2 2 ഡീറ്റെയിൽസ് തന്നു. ഫസ്റ്റ് 1 ഓക്കെ. ഓക്കെ, അപ്പൊ ഇനിയിപ്പം നമുക്ക് എന്താ റെക്കോർഡ് ബുക്കിന്റെ ഡീറ്റെയിൽസ് തന്നിട്ടുണ്ട്. അത് 5ാമത്തെ റെക്കോർഡ് ആക്കുക. അപ്പൊ നമ്മള് പാർട്ട് 1 ഞാൻ മാത്രമായിരിക്കും കംപ്ലീറ്റ് ചെയ്യാനുള്ളത് അല്ലേ? പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തു ആരെങ്കിലും? പാർട്ട് 2 സ്റ്റാർട്ട് ചെയ്തു. മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ നമ്മൾ എടുത്തോണ്ടിരിക്കുകയായിരുന്നു. സോ PFAയുടെ ഡോക്യുമെന്റ്സ് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ അയക്കാനായിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അതും കൂടെ എടുത്തു കഴിയുമ്പോൾ ക്വസ്റ്റ്യൻസ് ഞാൻ ഷെയർ ചെയ്യാനായിട്ട് പറഞ്ഞേക്കാം. ക്വസ്റ്റ്യൻസ് റെഡിയാണ്. കാരണം PFAയും കൂടെ എക്സ്ട്രാ ഒരു ടോപ്പിക് ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളത് കാര്യം പറയാം. ഞാനിപ്പോ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഒന്ന് ഷെയർ ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ടുണ്ട് മാം. കംപ്ലീറ്റ് ആയോ? എന്നാ PFA ആണേ നമ്മൾ ചെയ്യാൻ പോകുന്നത്. സോ PFA നിങ്ങൾക്ക് വേഗം ഒന്ന് അയക്കാനായിട്ട് പറയാം.
ഈ റെക്കോർഡ് ചെയ്തതിന്റെ ഡീറ്റെയിൽസ് എന്നാ വന്നിരിക്കുന്നത് എന്ന് പറയുമോ? ലാസ്റ്റ് വീക്കിലായിരുന്നിരിക്കണം. എല്ലാ ബാച്ചിലേക്കും ഒരേ സമയത്ത് അത് പോയിട്ടുണ്ട്. ഇപ്പൊ പുതിയ ബാച്ച് വരെയും കൊടുത്തു, ഒരുമിച്ച് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, മാർച്ച് 5-ന്. മാർച്ച് 5. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ PFAയുടെ ഡോക്യുമെന്റ് ഇപ്പൊ തന്നെ നിങ്ങൾക്ക് വരും. അപ്പൊ അതിനു മുമ്പ് ജസ്റ്റ് അത് എന്താണെന്നൊന്ന് പറയാം. നമ്മള് ഈ ഒരു ചാപ്റ്റർ വന്നപ്പോൾ നമ്മള് പല കാര്യങ്ങളും ഡിസ്കസ് ചെയ്തു. നമ്മളുടെ ശരീരത്തിന്റെ ആരോഗ്യം, അതിന് നമ്മൾ ഏത് രീതിയിലുള്ള ഭക്ഷണം കഴിക്കണം, ഏതൊക്കെ അളവിൽ ഏതൊക്കെ ന്യൂട്രിയൻസ് ഇൻക്ലൂഡ് ചെയ്യണം, ബാലൻസ്ഡ് ഡയറ്റ് എന്താണ്, അത് മാത്രം പോരാ, നമ്മളെപ്പോഴും ഹെൽത്തി ആയിരിക്കാൻ നമുക്ക് ഫിറ്റ്നസ് വേണം. പിന്നെ നമ്മളുടെ സുഖം, സന്തോഷം, ക്ഷേമം, വെൽനസ്, അതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ മനസ്സ് എന്തെങ്കിലും സ്ട്രെസ്സോ, നമുക്കറിയാം അപ്പ് ആൻഡ് ഡൗൺസ് ലൈഫിലുണ്ട്. എപ്പോഴും സന്തോഷം, ഹാപ്പിനെസ് മാത്രം അല്ല, നമുക്ക് ദുഃഖങ്ങളും വരാറുണ്ട്, നഷ്ടങ്ങൾ സംഭവിക്കാറുണ്ട് ലൈഫിൽ. അതെല്ലാം നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കും. അപ്പൊ അതിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഒരു വിഷമം വന്നു, ഒരു നഷ്ടം വന്നു, നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റുന്നതും നമ്മളുടെ വെൽനസ് ആണ്. സുഖം, സന്തോഷം, ക്ഷേമം, സമാധാനം എന്നുള്ളത് വരുന്നതാണ്. അപ്പൊ അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുടെ മനസ്സിന്റെ ആരോഗ്യം വളരെ ലോ ആയി പോകും. നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ഇമോഷൻസിനെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, നമുക്ക് ഏത് സിറ്റുവേഷനുമായിട്ടും പൊരുത്തപ്പെട്ട് പോവുക, അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുക, കോപ്പപ്പ് ചെയ്ത് പോവുക, സ്ട്രെസ് മാനേജ് ചെയ്യാൻ പറ്റുക, പ്രോബ്ലംസ് വരുമ്പോൾ നമ്മൾക്ക് അത് സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റുക. അങ്ങനെ നമ്മളുടെ പൊട്ടൻഷ്യൽ അനുസരിച്ച് നമുക്ക് ലൈഫിലെ ഓരോരോ സ്റ്റെപ്പും മുന്നോട്ട് നല്ല രീതിയിൽ വെക്കാനായിട്ട് പറ്റുക. ഇതെല്ലാം നമ്മളുടെ മെന്റൽ ഹെൽത്തുമായിട്ട് കണക്റ്റഡ് ആണ്. മെന്റൽ ഹെൽത്ത് ലോ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളുടെ ബോഡി ഫങ്ഷൻസ് തന്നെ താറുമാറാകും, തെറ്റും. നമ്മുടെ മെറ്റബോളിസം തന്നെ തെറ്റും. എന്താ മെറ്റബോളിസം? ഫുഡ് കഴിച്ചിട്ട് ഉള്ള ബാക്കിയുള്ള പ്രക്രിയകൾ. നമ്മളൊരു ഭക്ഷണം കഴിക്കുമ്പോൾ അതിലടങ്ങിയിരിക്കുന്ന ന്യൂട്രിയൻസ്, അതിനെ പ്രോട്ടീൻസിനെ വേർതിരിക്കുന്നു, അയണിനെ വേർതിരിക്കുന്നു, കാൽസ്യത്തിനെ വേർതിരിക്കുന്നു, ഫാറ്റിനെ വേർതിരിക്കുന്നു. അങ്ങനെ അതിലെല്ലാം പല പല ഫാക്ടേഴ്സിനെ വേർതിരിച്ച് നമ്മുടെ ബോഡിയിലേക്ക് ആവശ്യമായിട്ടുള്ളത് എടുത്ത് ബാക്കിയുള്ളത് പുറന്തള്ളുന്ന ഒരു അവസ്ഥ. ആ ഒരു പ്രോസസ് നടക്കണം. മെറ്റബോളിസം പ്രോപ്പർ ആകണം. പലപ്പോഴും ആളുകൾക്ക് ഇമ്മ്യൂണിറ്റി നഷ്ടപ്പെടുമ്പോൾ, ഇമ്മ്യൂണിറ്റി കുറയുമ്പോൾ മെറ്റബോളിസം ആകെ ബാലൻസ് തെറ്റും. അസുഖങ്ങൾ വരുമ്പോൾ മെറ്റബോളിസത്തിന് പ്രശ്നങ്ങളാവും. ഓവർ ഈറ്റിംഗ്, അതും നമ്മുടെ മെറ്റബോളിസത്തിനെ തകരാറിലാക്കും. ഒരു ബോഡിക്ക് താങ്ങാവുന്നതിൽ കൂടുതൽ ഭക്ഷണം അകത്തേക്ക് ചെല്ലുമ്പോൾ ബോഡിക്ക് അറിയില്ല ഈ ഫുഡെല്ലാം കൂടെ എന്ത് ചെയ്യുന്നുള്ളത് അറിയില്ല, അതും പ്രശ്നമാകും അല്ലെ. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങൾ നമ്മളുടെ ശരിയല്ലാത്ത പ്രവർത്തികളിലൂടെ വരും. അപ്പൊ അതുപോലെ തന്നെയാണ് മനസ്സിലും. നമ്മൾ ബോഡിക്ക് നല്ല ന്യൂട്രിയൻസ് കൊടുക്കുന്ന പോലെ തന്നെ മനസ്സിലേക്ക് നല്ല ന്യൂട്രിയൻസ് കൊടുക്കണം അല്ലെ. മനസ്സിലേക്ക് കൊടുക്കാൻ പറ്റുന്ന ന്യൂട്രിയൻസ് എല്ലാം ഇതൊക്കെയാണ്. മെഡിറ്റേഷൻ, യോഗ. നമ്മുടെ മുന്നിൽ വന്ന് നിന്നുകൊണ്ട് ഒരാൾ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുന്നു, ദാറ്റ് മീൻസ് ആ ഒരു നെഗറ്റീവ് ആണ് നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നതല്ലേ. അപ്പൊ നെഗറ്റീവ് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ നമ്മുടെ മെന്റൽ ഹെൽത്ത് അങ്ങോട്ട് ഡൗൺ ആവും. നമ്മള് സന്തോഷത്തോടു കൂടി ഒരാളോട് സംസാരിക്കുന്നു, നമ്മളൊരു പുഞ്ചിരി കൊടുക്കുന്നു, അവരുമായിട്ട് എന്താ പറയാ എന്തെങ്കിലും തമാശ പറഞ്ഞ് നമ്മൾ പൊട്ടിച്ചിരിക്കുന്നു, അവരും ഒരുമിച്ച് ചിരിക്കുന്നു, അങ്ങനെയൊക്കെയുള്ളതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം നമ്മൾ മനസ്സിനുള്ളിലേക്ക് പോസിറ്റീവ് ന്യൂട്രിയൻസ് കൊടുക്കുകയാണല്ലേ. നമ്മുടെ മനസ്സിന്റെ ആരോഗ്യത്തിന് അത് വളരെ നല്ലതാണ്. മെഡിറ്റേഷൻ ഒറ്റയ്ക്ക് ചെയ്യും, അതങ്ങനെ ചെയ്യുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ഒരു കാംനെസ് ഫീൽ ചെയ്യും. അത് നമ്മളുടെ മനസ്സിനെ ആരോഗ്യം. നമുക്കറിയാം ശരീരത്തിലൊരു മുറിവ് അല്ലെങ്കിൽ ഒരു പൊള്ളലോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ അതിന് മരുന്ന് ചെയ്യും. നമ്മൾ അവിടെ ഒരു വൂണ്ടില് അല്ലെങ്കിൽ പൊള്ളലേറ്റ ഭാഗത്ത് അല്ലെങ്കിൽ ചതഞ്ഞ ഭാഗത്ത് നമ്മൾ എന്തെങ്കിലും മരുന്ന് അപ്ലൈ ചെയ്യും. അപ്പൊ അങ്ങനെ മുറിവ് ഉണങ്ങുന്നു. ഉണങ്ങി കഴിയുമ്പോൾ അവിടെ ഒരു സ്കാർ വന്നു കഴിഞ്ഞാൽ നമ്മൾക്കിടെ സൗന്ദര്യത്തെ ബാധിക്കുന്ന കാര്യമാണല്ലേ. നമ്മൾ എന്ത് ചെയ്യും? ആ സ്കാറിന്റെ ആ പാട് മാറ്റാനായിട്ട് ഏറ്റവും നല്ല ബ്രാൻഡഡ് ബ്യൂട്ടി പ്രോഡക്ട്സോ അല്ലെങ്കിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന നല്ല ഏതെങ്കിലും റെമഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ആ സ്കാറിൽ പെരട്ടി ആ പാട് മാറ്റും. അത്രയും കെയർ നമ്മൾ കൊടുക്കുന്നുണ്ട് അല്ലേ. അപ്പോ മനസ്സിലുണ്ടാകുന്ന ഒരു മുറിവ് അതിനെ ഹീല് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതാണ് സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നമ്മൾ അതിന് നമ്മൾ വൂണ്ടിൽ മുറിവ് വെച്ചു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് എയ്ഡ് ആണല്ലേ. ശരീരത്തിൽ ഉണ്ടാകുന്ന മുറിവിന് നമ്മൾ ഫസ്റ്റ് എയ്ഡ് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് പഠിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പൊ മനസ്സിൽ മുറിവേറ്റാൽ അതിനെ ഹീല് ചെയ്യാനായിട്ട് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റണം എന്ത്? സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. അതാണ് PFA എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിൽ വന്നിട്ടുണ്ടാവുമല്ലോ, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാമോ?
യെസ്, വന്നോ? ക്ലാസ് റൂമില് ഈ ഫസ്റ്റ് എയ്ഡിന്റെ അന്ന് എനിക്ക് വന്നിരുന്നു ഫസ്റ്റ് എയ്ഡിന്റെ. ഓക്കെ, ഇപ്പൊ ഷെയർ ചെയ്തിട്ടില്ലേ? വന്നോ? മാം വന്നിട്ടില്ല. വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട്. സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. ചിലർക്ക് കാണാൻ പറ്റുന്നില്ലേ? എന്താ പ്രശ്നം? ബിഫോർ ദാറ്റ് ഫസ്റ്റ് എയ്ഡ് എന്നുള്ള ചാപ്റ്ററിന്റെ കൂടെ ജസ്റ്റ്, അതായത് PFA എടുക്കുന്നതിന് മുമ്പും ഫസ്റ്റ് എയ്ഡ് കഴിയുമ്പോഴും ജസ്റ്റ് ഒരു കാര്യം കൂടെ ഒന്ന് ആഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണേ. നമ്മൾ കോവിഡ് സമയത്ത് കണ്ട ഒരു കാഴ്ചയാണ്. ആളെ പോലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഒരു സംഭവം, ഫുൾ ബോഡീനെയും കണ്ണും മൂക്കും എല്ലാം കവർ ചെയ്യുന്ന രീതിയിൽ. എന്തായിരുന്നു അത്? PPT കിറ്റ് ആണോ? അതെ, PPE, പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE കിറ്റ് അല്ലെ? അങ്ങനെ ചെയ്തിരുന്നു. അതെന്തുകൊണ്ടാണ് PPE കിറ്റ് യൂസ് ചെയ്തിരുന്നതെന്ന്? മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാൻ. ചില അസുഖങ്ങളില് ബോഡി ഫ്ലൂയിഡ്സ്, ഇൻഫെക്റ്റഡ് ആയ ആളിന്റെ ബോഡി ഫ്ലൂയിഡ്സ് നമ്മുടെ സ്കിന്നിൽ എന്തെങ്കിലും ഒരു ചെറിയ സ്കാറോ എന്തെങ്കിലും ഒരു ചെറിയ മുറിവുണ്ടെങ്കിൽ കൂടിയും പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു വ്യക്തിക്ക് ഇൻഫെക്ഷൻ വരും. അതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE കിറ്റ് അല്ലെ? കോവിഡ് സമയത്താണ് നമ്മളത് കൂടുതൽ കണ്ടിട്ടുള്ളത്, അവരതൊക്കെ യൂസ് ചെയ്യണതും. ജസ്റ്റ് അതും കൂടെ ഒന്ന് ഷെയർ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ഷെയർ ചെയ്തത്. PPE കിറ്റിലാണെങ്കിൽ ഡിസ്പോസിബിൾ ഗ്ലൗസ് ഉണ്ടാകും, വലിയൊരു ഗൗൺ ഉണ്ടാകും, ലാബ് കോട്ട് പോലെ ഉണ്ടാവും, ഫേസ് ഷീൽഡ് ഉണ്ടാവും, ഐ പ്രൊട്ടക്ഷൻ, അതുപോലെ തന്നെ പോക്കറ്റ് മാസ്ക്, ഫേഷ്യൽ ബാരിയേഴ്സ്, അതെല്ലാം യൂസ് ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സൽ പ്രിക്കോഷൻസ് ആൻഡ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്, PPE കിറ്റ്. അതെ. നെക്സ്റ്റ് കമ്മിങ് ടു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. നിങ്ങൾക്ക് തന്നിരിക്കുന്ന PDF-ൽ ഒരു 28 പേജസോളം കാണുമായിരിക്കും. ഡിഗ്രി സൈക്കോളജി ആ ഒരു രീതിയിൽ ചെയ്യുന്ന സ്റ്റുഡൻസിന്റെ ഒരു ചാപ്റ്റർ ആണത്. അതിൽ നിന്നും ഞാൻ കുറച്ച്, എല്ലാം വായിച്ചു നോക്കിയാൽ നല്ലത് തന്നെയാണ്, ഞാൻ കുറച്ച് ആവശ്യമുള്ളത് മാത്രം ഒന്ന് ഫിൽട്ടർ ചെയ്ത് ടോപ്പിക് എടുത്തിട്ടുണ്ട്. അപ്പൊ PFA എന്നുള്ള PDF നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ എവിടെയൊക്കെയാണ് അത് റീഡ് ചെയ്യുന്നത്. അപ്പൊ PFA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്റർവെൻഷൻ തന്നെയാണ്, ഒരു ഇടപെടൽ അല്ലെ? നീഡി ആയിട്ടുള്ള ആളുകളെ സഹായിക്കാൻ, സപ്പോർട്ട് ചെയ്യിക്കാനുള്ള ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് PFA എന്ന് പറയുന്നത്. കോവിഡിന് മുൻപേ നമുക്കൊരു ഫ്ലഡ് വന്നിരുന്നു അല്ലെ? ഓൾമോസ്റ്റ് കേരളത്തിലെ കുറെ സ്ഥലങ്ങള് ഫ്ലഡില് ബുദ്ധിമുട്ടിയിരുന്നു. ഈ ഫ്ലഡ് സമയത്ത് പ്രൊഫഷണൽ അല്ലാത്ത കുറെ ആളുകള് മനസ്സോടുകൂടി വോളണ്ടിയർ ആയിട്ട് പലയിടത്തും ആളുകളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പോയി. അവിടെയെല്ലാം ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുത്തു. കാരണം പെട്ടെന്ന് ഒരു വെള്ളപ്പൊക്കം വന്നപ്പോഴേക്കും ആളുകൾക്ക് അന്ന് വരെ അവരുണ്ടാക്കി വെച്ച സമ്പാദ്യം, അവരുടെ വീട്, അങ്ങനെയെല്ലാം നഷ്ടപ്പെട്ടു. പിന്നെ ചുരൽമല സംഭവം ഉരുൾപൊട്ടൽ ആ ഒരു സമയത്തും ഇതുപോലെ ഫ്ലഡില് വീടും അധികം ആളുകൾക്കൊന്നും സംഭവിച്ചില്ലെങ്കിൽ പോലും ഈ ഒരു ചുരൽമല അപകടമൊക്കെ ഉണ്ടായ സമയത്ത് ഒരു ഫാമിലിയിലെ എല്ലാവരും നഷ്ടപ്പെടുന്നു, ഒരാൾ മാത്രം അവശേഷിക്കുന്നു. അങ്ങനത്തെ അവസ്ഥകളൊക്കെ വന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആളുകളെല്ലാം വല്ലാത്തൊരു ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകും. അതുവരെ ഉണ്ടാക്കിയ വീട് ഒറ്റ നിമിഷം കൊണ്ട് ഇല്ലാതാകുന്നു. കൺമുന്നിൽ ഉണ്ടായിരുന്ന വ്യക്തി എവിടേക്കോ ഒലിച്ചു പോകും, കാണാതാകും. അങ്ങനെയൊക്കെ അനുഭവിച്ച കുറെ മനുഷ്യരുണ്ടായിരുന്നു. അപ്പൊ ഇവരൊക്കെ വല്ലാതെ മാനസികമായി ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു. അപ്പൊ ഇവരെ ഇമോഷണലി മെന്റലി സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറെ പേര് വോളണ്ടിയേഴ്സ് ആയിട്ട്, അവർ പ്രൊഫഷണലി അതൊന്നും പഠിച്ചവരൊന്നുമല്ല, അവരുടെ മനസ്സ് അതുകൊണ്ട് അവർ ഹീല് ചെയ്യാനായിട്ട് സന്നദ്ധത കാണിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ സൈക്കോളജിക്കൽ സപ്പോർട്ട് കൊടുക്കുന്നവരാണ് PFA കൊടുക്കുന്ന ആളുകൾക്ക് എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്ക് ഇപ്പൊ അങ്ങനെ ഒരു സർവീസ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതൊരു സർവീസാണ്, പെയ്ഡൊന്നും അല്ല കേട്ടോ. പിന്നെ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ജോബുമല്ല. പിന്നെ നമ്മൾ ഡേറ്റ കളക്ട് ചെയ്യുകയോ റെക്കോർഡ് ചെയ്യുകയോ അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. ഈ പറയുന്ന വ്യക്തിയെ നമ്മൾ കേൾക്കുന്നു, നമ്മൾ അയാളെ തിരുത്താനോ അയാളെ ജഡ്ജ് ചെയ്യാനോ, ഒരു വിഷമം ഒരാൾ പറയുമ്പോൾ ബോധം അവരുടെ ആ ഒരു വിഷമം അവർക്ക് വിഷമം തന്നെയാണ്. കേൾക്കുമ്പോൾ ഒരു പക്ഷെ നമുക്ക് തോന്നുന്നു ഇത്രയേ ഉള്ളൂ, ഇതിൽ കൂടുതൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ നമുക്ക് ഫീൽ ചെയ്യായിരിക്കും. പക്ഷെ ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമുക്ക് അങ്ങനെ ആരെയും ജഡ്ജ് ചെയ്യാനായിട്ട് പാടില്ല.
കൊച്ചു കുട്ടികളാണെങ്കിലും വളരെ സങ്കടത്തോടു കൂടി വന്ന് ഒരു പെൻസിൽ ഒടിഞ്ഞതായിരിക്കും അവർ വന്ന് പറയണത്. ഭയങ്കര വിഷമത്തോടെ ആയിരിക്കും പറയുക. ബോധം അത് അവർക്ക് ഭയങ്കര താങ്ങാൻ പറ്റാത്ത സംഭവമായിരിക്കും. പക്ഷെ നമുക്കൊരു ചിരി വരുമായിരിക്കും, വേറെ പെൻസിൽ മതിയല്ലോ എന്ന് തോന്നുമായിരിക്കും. പക്ഷെ നമ്മൾ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവരുടെ വിഷമം മനസ്സിലാക്കുന്നതിലാണ് നമ്മളുടെ ആ ഒരു മനസ്സ് എന്ന് പറയുന്നത്. അതായത് എമ്പതി നമുക്കുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ PFA ഒരു ഇന്റർവെൻഷൻ ആണ്, ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടാണ് നീഡി ആയിട്ടുള്ള ആളുകൾക്ക്. അതിൽ കുട്ടികൾ ഉണ്ടാകാം, അഡൽട്ട് ഉണ്ടാകാം, ഫാമിലി ഉണ്ടാകാം, പല ഡിസാസ്റ്ററും ടെററിസം ഒക്കെ അനുഭവിച്ച നാച്ചുറൽ കലാമിറ്റീസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഈ ടെററിസ്റ്റുകളുടെ അറ്റാക്ക് അല്ലെങ്കിൽ ബോംബിട്ടതിന്റെയോ അങ്ങനെ എന്തെങ്കിലും യുദ്ധങ്ങൾ, ഇപ്പൊ യുദ്ധം നടന്നതിന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേട്ടു അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അഫക്ട് ചെയ്ത, അതിനെ ഫേസ് ചെയ്ത, അവിടെ നിന്ന് ഒരുപക്ഷെ രക്ഷപ്പെട്ടു പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഇഞ്ചുറീസ് സംഭവിച്ചായിരിക്കും ചിലപ്പോൾ രക്ഷപ്പെട്ടു പോന്നിട്ടുണ്ടാകുക. അവർക്കൊക്കെയാണ് ഈ PFA നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. PFA നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അത് ഏതൊക്കെ രീതിയിൽ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളതാണ്. PFAക്ക് 7 ഇമ്പോർട്ടന്റ് തീംസ് ഉണ്ട്. നോക്കിക്കഴിഞ്ഞാൽ കാണാം, സർക്കിൾ ഇങ്ങനെ വരച്ചിട്ട് അതിലൊരു കളർഫുൾ ആയിട്ട് ഒരു സർക്കിളിനകത്ത് PFA എഴുതിയിട്ടുണ്ടാവും. അതിന്റെ ചുറ്റും 7 അതിനേക്കാൾ ചെറിയ സർക്കിൾ കാണും. അങ്ങനെ ഒരു പിക്ചർ കണ്ടോ PDF ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് അതിലേക്കാണ് കേട്ടോ പോകുന്നത്. PFAക്ക് 7 ബേസിക് തീംസ് ഉണ്ട്. നമ്മള് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട് പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. ഒരാളോട് സംസാരിക്കാൻ ചെല്ലുന്നു, അയാളെ ഹീൽ ചെയ്യാൻ പോവുകയാണ്, അയാളുടെ വിഷമം പറയുമ്പോഴേക്കും നമ്മൾ കിടന്ന് അത് കേട്ട് കരഞ്ഞ് വിളിച്ച് അവസാനം അയാൾക്ക് നമ്മളെ സമാധാനിപ്പിക്കേണ്ട ഒരു അവസ്ഥ വരരുത്. അപ്പൊ നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ അത് ഡീൽ ചെയ്യും. പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. അവരോട് സംസാരിക്കുമ്പോൾ ആ ഒരു സമയത്ത് പലതും നഷ്ടപ്പെട്ട ആളുകളായിരിക്കും അല്ലെ, അവരുടെ നീഡ്സും കൺസേൺസും നമ്മൾ അസസ് ചെയ്യുക. അനലൈസ് ചെയ്യുക, വിശകലനം ചെയ്യുക എന്നൊക്കെ പറയണ പോലെ അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യാം. എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യണം. അതിൽ ഏറ്റവും ആദ്യം വേണ്ടുന്ന നീഡ്സ് എന്താണ്, അവരുടെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുമായിരിക്കും. അതിൽ ഏറ്റവും ആദ്യം വേണ്ടത് എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിന് വേണ്ടിയിട്ടാണ് അസസ് ചെയ്യുന്നത്. മനസ്സിലാക്കി അത് ഫസ്റ്റ് പ്രൊവൈഡ് ചെയ്യാം. മോസ്റ്റ് പ്രോബബ്ലി വേണ്ടി വരുന്നത് ബേസിക് നീഡ്സ് തന്നെയായിരിക്കും. ഫുഡ്, ഷെൽട്ടർ, ക്ലോത്ത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതാണ് ഒരു മനുഷ്യന് ബേസിക് നീഡ്സ് ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അത് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇൻഫർമേഷൻസ്. അപ്പൊ അവരുടെ വീട് എന്തെങ്കിലും നഷ്ടപ്പെട്ടിട്ട് വേറൊരു റെഫ്യൂജി ക്യാമ്പിലോ അങ്ങനെ വേറെ എവിടെയെങ്കിലും ഷെൽട്ടർ ഹോമിലൊക്കെ ആയിരിക്കും താമസിക്കുന്നത്. അവർക്ക് അവരുടെ വീടിന്റെ റിലേറ്റഡ് ഉള്ള എന്തെങ്കിലും ഇൻഫർമേഷൻ അല്ലെങ്കിൽ അവരുടെ മറ്റു ബന്ധുക്കളെ റിലേറ്റഡ് ഇൻഫർമേഷൻ, അതും അവരുടെ ഒരു പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒരു നീഡാണ് അല്ലെ. സോ ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്. നെക്സ്റ്റ് വൺ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, ലിസൺ, ആക്റ്റീവ് ലിസൺ. ഹൃദയം കൊണ്ട് കേൾക്കുക എന്ന് പറയുന്നത്. കമ്മ്യൂണിക്കേഷൻ, പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ. കേൾക്കുന്നത് മാത്രമല്ല, നമ്മൾ എന്തെങ്കിലും അവരോട് തിരിച്ചു പറയുന്നതും അതും ഹൃദയം കൊണ്ട് തന്നെയായിരിക്കണം. ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. പക്ഷെ അവരെ പ്രഷറൈസ് ചെയ്യരുത്. സംസാരിക്കാൻ വേണ്ടിയിട്ട് അവരെ ഒരിക്കലും പ്രഷറൈസ് ചെയ്യരുത്. ഇനി അവരെ കംഫർട്ട് ചെയ്യിക്കുക. നല്ല വിഷമത്തോടെയൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പല നഷ്ടങ്ങൾ സംഭവിച്ചിട്ട്. അവരെ നല്ലപോലെ കംഫർട്ട് ചെയ്യിക്കുക. അവരെ കാമാകാനായിട്ട് ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ കുറേ നേരം കരയുമായിരിക്കും. കരഞ്ഞോട്ടെ, അവരുടെ വിഷമങ്ങളൊക്കെ അങ്ങനെ കരഞ്ഞ് ഒഴുകിക്കളയൊക്കെ. അവർക്ക് അങ്ങനെ കരയാനുള്ള ഒരു സ്പേസ് നമ്മുടെ അടുത്ത് കിട്ടുമ്പോൾ അവരത് കരഞ്ഞ് തീർക്കും. അവരുടെ മനസ്സൊന്ന് തണുക്കും. ഓക്കെ, നെക്സ്റ്റ്, കണക്ട് ദം ടു ഇൻഫർമേഷൻ, സർവീസസ് ആൻഡ് സോഷ്യൽ സപ്പോർട്ട്. ഒരു വല്ലാതെ വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് നമുക്ക് കുറെ കാശ് കൊടുക്കുക, അതല്ല ചെയ്യേണ്ടത്. ശരിക്കും നമുക്ക് അങ്ങനെയുള്ള സപ്പോർട്ടൊന്നും ഒരാളെ കൊണ്ട് എല്ലാം സപ്പോർട്ടും ചെയ്യാനായിട്ട് പറ്റില്ല. പ്രോമിസസ് കൊടുക്കാതിരിക്കുക, ആവശ്യമില്ലാത്ത വാഗ്ദാനങ്ങൾ. അവർക്ക് ഇന്ന നീഡ്സ് വേണം, ആവശ്യങ്ങൾ വേണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് ലോക്കൽ അതോറിറ്റി, ഗവൺമെന്റ് അതോറിറ്റീസും അതുപോലെ തന്നെ പല ഓർഗനൈസേഷൻസും ട്രസ്റ്റും ഏജൻസീസും എല്ലാം ഉണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ഇൻഫർമേഷൻസ് അവർക്ക് കൊടുക്കുക. അവരെ അങ്ങനെയുള്ള ആളുകളുമായിട്ട് കണക്ട് ചെയ്യിക്കുക. അപ്പൊ അവരുടെ വെള്ളപ്പൊക്കത്തിൽ വീട്ടിലിരുന്ന ഡോക്യുമെന്റ്സ് മുഴുവനും നനഞ്ഞു കുതിർന്ന് ഒഴുകിപ്പോയി വിചാരിച്ചു.
അപ്പോ ആ ഡോക്യുമെന്റ്സ് തിരിച്ചെടുക്കാനായിട്ട് എന്തെല്ലാം ചെയ്യണം എന്നുള്ളത് ആ ഒരു സമയത്ത് അവർക്ക് അതിനുള്ള ആലോചിക്കാനുള്ളത് ഉണ്ടാവില്ല. അപ്പൊ അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന അതോറിറ്റീസുമായിട്ട് അവരെ കണക്ട് ചെയ്യിക്കും. പിന്നെ അവർക്ക് വീട് തിരിച്ച് ആക്കിയെടുക്കണമെങ്കിൽ അതിന് വേണ്ടുന്ന ആ രീതിയിലുള്ള കണക്ട് ചെയ്ത് കൊടുക്കും. നെക്സ്റ്റ്, പ്രൊട്ടക്ട് പീപ്പിൾ ഫ്രം ഫർദർ ഹാം. അവരെ കൂടുതൽ പ്രശ്നങ്ങളിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യിക്കുക. കാരണം നമ്മൾ വൺസ് ചെയ്യുന്നു അവരെ കേട്ടു, നമ്മൾ ഫോളോ അപ്പ് ചെയ്യും. അവരുടെ നീഡ്സ് പല ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്തെന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ടോ, അവരിപ്പോഴും സമാധാനമായിട്ട് ഇരിക്കുവാണോ, കാമാണോ, അവർക്ക് നമ്മുടെ ആവശ്യമുണ്ടോ, അപ്പൊ അങ്ങനെയുള്ള രീതിയിൽ അവരെപ്പോഴും അവരെ പ്രൊട്ടക്ട് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പൊ 7 തീംസ് ആണ് നമ്മൾ PFA പറഞ്ഞത്. മെയിൻ ആയിട്ടുള്ള 7 തീംസ്. പ്രൊവൈഡ്, ഫസ്റ്റ് വൺ, പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. എപ്പോഴും ഒരാളെ നമ്മൾ കേൾക്കുമ്പോൾ അല്ലെങ്കിൽ അയാൾക്ക് നമ്മൾ ഒരു വിഷമം വന്നിരിക്കുന്ന സമയമാണെങ്കിൽ നമ്മൾ വളരെ പ്രാക്ടിക്കൽ ആയിട്ട് തന്നെ, ഇമോഷണലി ശരി തന്നെ, നമ്മൾ ആ ഒരു പേഴ്സണൽ ടച്ചോട് കൂടി തന്നെ ചെയ്യണം. പക്ഷെ അവരുടെ മുന്നിൽ നമ്മൾ കരഞ്ഞു വിളിച്ച അവസരം അവരെ കൂടുതൽ പ്രശ്നത്തിലാക്കുന്നതേ ഉള്ളൂ. പ്രൊവൈഡ് പ്രാക്ടിക്കൽ കെയർ ആൻഡ് സപ്പോർട്ട്. അവരുടെ നീഡ്സും കൺസേൺസും അസസ് ചെയ്യാം. അസസ് നീഡ്സ് ആൻഡ് കൺസേൺസ്. എന്നിട്ട് പ്രയോറിറ്റൈസ് ചെയ്യുക. ഏറ്റവും ആദ്യം അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട നീഡ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. ഹെൽപ്പ് വിത്ത് ബേസിക് നീഡ്സ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്സ്, ഇൻഫർമേഷൻ. ലിസൺ ബട്ട് ഡോണ്ട് പ്രഷർ ദം ടു ടോക്ക്. അവരെ നിർബന്ധിച്ച് സംസാരിക്കുക. പറയുന്ന നിർബന്ധം. അവർക്ക് ഒരു കംഫർട്ട് ഫീല് വരണം, അല്ലെ? അപ്പോഴാണ് അവര് കാര്യങ്ങൾ തുറന്നു പറയും. ഓക്കെ, അവരെ കംഫർട്ട് ചെയ്യിക്കുക, അവരെ കാമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യിക്കുക, അവരെ ഇൻഫർമേഷൻസുമായിട്ട് കണക്ട് ചെയ്യിക്കുക. ഏജൻസീസ്, അതുപോലെ തന്നെ സർവീസസ്, സോഷ്യൽ സപ്പോർട്ട്, ഇതെല്ലാമായിട്ട് കണക്ട് ചെയ്യിക്കുക. ഫർദർ ഹാമിൽ നിന്നും അവരെ പ്രൊട്ടക്ട് ചെയ്യിക്കുക. ഇത്രയും കാര്യങ്ങളാണ് PFAയുടെ 7 തീംസിൽ വരുന്നത്. ഇനി സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു സാധാരണ സൈക്കോളജി അല്ലെങ്കിൽ കൗൺസിലേഴ്സ് അവരൊക്കെ ചെയ്യുന്ന പോലുള്ള സൈക്കോളജിക്കൽ ഡീബ്രീഫിംഗ് ഒന്നുമല്ല. പിന്നെ അതുപോലെ തന്നെ ട്രീറ്റ്മെന്റും അല്ല, കൗൺസിലിംഗ് അല്ല. അതുപോലെ അവരുടെ ഡീറ്റെയിൽസ് നമ്മൾ കളക്ട് ചെയ്യുകയോ എഴുതി വെക്കുകയോ റെക്കോർഡ് ചെയ്യുകയോ ഒന്നും ചെയ്യില്ല. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ഡയഗ്നൈസ് ചെയ്ത് രോഗം കണ്ടുപിടിക്കുന്ന പോലത്തെ രീതികളൊന്നും ചെയ്യില്ല. ഇതൊരു പ്രൊഫഷണൽ ജോബ് അല്ല. ഇത് നമ്മളുടെ മനസ്സ് കൊണ്ട് നമ്മൾ അവരെ വേണ്ടിയിട്ട് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. ഇനി ലോങ് ടേം റിക്കവറിക്ക് 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഉണ്ട്. സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ പറ്റും. റിക്കവറി എഴുതിയിട്ട് അതിനെ കണക്ട് ചെയ്തിട്ട് 3 സർക്കിളും ഓവൽ ഷേപ്പും ഒക്കെ കാണാനായിട്ട് പറ്റും. മിസ് ഇപ്പൊ പറയുന്നതാണ് നമ്മൾ റെക്കോർഡ് ചെയ്തേണ്ടത്. ഈശ്വര കൃഷ്ണ, തെറ്റിക്കരുത്. എനിക്ക് മനസ്സിലായിട്ടില്ല മിസ്. മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് തൊട്ട് വേറെ വന്നിട്ടുണ്ടേ, അതാണ് റെക്കോർഡിൽ എഴുതേണ്ടത്. അതിനകത്ത് റെക്കോർഡിന്റെ പേരും ഇല്ലേ? മോണ്ടിസോറി അപ്പാരറ്റസ് റെക്കോർഡ് ഇല്ലേ? അത് ഞാൻ ഇതിൽ കാണുന്നു. ക്ലാസ് റൂമിൽ ഞാൻ നോക്കി നോക്കാം മിസ്. ഇപ്പൊ മിസ് ക്ലാസ് എടുക്കുന്നത് എന്തിൻ്റെതാ? ഞാനിപ്പോ ക്ലാസ് എടുക്കുന്നത് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് കണക്ട് ചെയ്തൊരു ടോപ്പിക് ആണ്. ഇപ്പൊ മിസ് അയച്ച PDF എടുക്കുന്നത്. അതെ അതെ. നിങ്ങൾക്ക് മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ ഇല്ല, പക്ഷെ ആ ടോപ്പിക് അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. സിൻസ് വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് ചിൽഡ്രൻ. നമ്മൾ കുട്ടികളെയാണ് ഡീൽ ചെയ്യാൻ പോകുന്നത്. കുട്ടികളെ മാത്രമല്ല, കുട്ടികളെ വഴി നമ്മൾ കണക്റ്റഡ് ആകുന്നത് അവരുടെ ഫാമിലിയിലാണ്. കുട്ടിയുടെ ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടും കുട്ടി താമസിക്കുന്ന മറ്റ് സോഷ്യൽ ലെവൽസും എല്ലാം മനസ്സിലാക്കണം. അല്ലാതെ ഒരു കുട്ടിയെ ചുമ്മാ സബ്ജക്ട് സ്റ്റഡി അല്ലല്ലോ നമ്മളുടെ ഉദ്ദേശം. അപ്പൊ അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഈ PFA എന്നുള്ള ഈ ഒരു ടൂൾ അറിഞ്ഞിരിക്കണം. പിന്നെ അത് മാത്രമല്ല, നമ്മൾക്ക് നമ്മളെ ഒന്ന് ഹീൽ ചെയ്യണോ, ഒക്കെ വിഷമങ്ങൾ ഉണ്ടാവില്ലേ? നമ്മളെ ഹീൽ ചെയ്യാം, നമ്മളുടെ വീട്ടിലുള്ളവരെ ഹീൽ ചെയ്യണം, നമ്മുടെ ചുറ്റും നൈബർഹുഡിലുള്ളവരെ ഹീൽ ചെയ്യണം, നമ്മുടെ റിലേറ്റീവ്സിനെ നമുക്ക് ഹീൽ ചെയ്യണോ, അതൊക്കെ അറിയണമെങ്കിൽ നമുക്ക് PFA എന്താന്ന് അറിയണം. PFAയുടെ ഫുൾ ഫോം എന്തോന്നാണ് മിസ്? PFAയുടെ ഫുൾ ഫോം സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്. മനസ്സിന് കൊടുക്കുന്ന ഒരു ഫസ്റ്റ് എയ്ഡ്. ക്ലിയർ ആയോ? നിങ്ങൾ ഫസ്റ്റ് എയ്ഡിന്റെ ചാപ്റ്റർ നിങ്ങൾക്ക് കഴിഞ്ഞല്ലേ? അവിടെ എന്താ ശരീരത്തിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിയാനുള്ള ഫസ്റ്റ് എയ്ഡ് ആയിരുന്നില്ലേ? മനസ്സിന് ഫസ്റ്റ് എയ്ഡ് അവിടെ ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ. സോ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഫോർ ലോങ് ടേം റിക്കവറി. റെക്കോർഡ് ബുക്കിന്റെ പേര് ആ PDF-ലുണ്ട്, അതേ എഴുതാൻ പാടുള്ളൂ കേട്ടോ, വേറെ ഒന്നും എഴുതി വെക്കല്ലേ. അതും ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആയിട്ട് ഇടണം. അവിടെ കറസ്പോണ്ടിങ് പിക്ചേഴ്സ് ഒട്ടിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ 6th യൂണിറ്റിലെ ഒരു ടോപ്പിക്, അത് തന്നിട്ടില്ല, പക്ഷെ ഇതും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെന്ന് പറയൂ.
ഇനിയുള്ള പുതിയ ടെക്സ്റ്റുകളിലൊക്കെ അത് ആഡ് ചെയ്യും. ഇപ്പൊ എടുക്കുന്ന പേജ് നമ്പർ ഒന്ന് പറയാമോ? എനിക്ക് ഞാൻ ഇതിനകത്ത് ആ ഒരു PDF 28 പേജസ് ഉള്ളതില് ഫുള്ള് ഞാൻ പറയുന്നില്ല. നമുക്ക് അത്രയും 4ാമത്തെ പേജ് നമ്പറാണ് PDF. താങ്ക് യു. PDF കിട്ടിയിട്ടില്ല. ക്ലാസ് റൂമിൽ വന്നില്ലേ? ന്യൂ മെറ്റീരിയൽസ് പറഞ്ഞിട്ടില്ലേ, അതിലുണ്ട് ന്യൂ മെറ്റീരിയൽസ് പറഞ്ഞിട്ട്. നമ്മുടെ സ്ട്രീം പറഞ്ഞേനെ. നമ്മൾ ക്ലാസ് റൂം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം സ്റ്റാർട്ടിങ് വീഡിയോ ഓപ്പൺ ചെയ്യുന്നതിന് മുന്നേ ന്യൂ മെറ്റീരിയൽസ് പറഞ്ഞിട്ടൊന്ന് വരുന്നില്ലേ, അതിലിപ്പോ വന്നിട്ടുണ്ട്, നോക്കി നോക്കൂ. മാം ഇത് എക്സാമിന് ചോദിക്കുവോ? ഡെഫിനറ്റ്ലി. ഇതും കൂടെ ചേർത്തിട്ട് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്തേക്കണം. അപ്പൊ നമ്മള് ഇതിന്റെ PDF എടുത്തു വെക്കാം അല്ലെങ്കിൽ എഴുതി വെക്കാം അല്ലെ? എഴുതി വെക്കും. ഞാനിപ്പോ പറയുന്നത് മാത്രമേ എക്സാം റിലേറ്റഡ് ഉള്ളൂ. ഞാൻ എന്തൊക്കെയാ പറഞ്ഞേ? PFA എന്താന്നൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. ഒരു ഇന്റർവെൻഷൻ ആണ്, സൈക്കോളജിക്കൽ സപ്പോർട്ട് ഫോർ നീഡി പീപ്പിൾ. കുട്ടികൾ ഉണ്ടാകാം, വലിയ ആൾക്കാരുണ്ടാകാം, ഫാമിലീസ് ഉണ്ടാകാം അതില്. പിന്നെ ആ 7 തീംസ് പറഞ്ഞു, വട്ടം കണ്ടില്ലേ? 7 തീംസ് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയുന്നത് ഒരു ട്രീറ്റ്മെന്റ് ഒന്നുമല്ല, അത് ജനറലി പറഞ്ഞ കുറച്ച് കാര്യങ്ങളാണ്. പിന്നെ ലോങ് ടേം റിക്കവറിക്ക് വേണ്ടുന്ന 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ്. കാരണം മനസ്സിന്റെ വിഷമം നമ്മൾ ഒരു തവണ അവരോട് സംസാരിച്ച് കഴിയുമ്പോഴേക്കും അവരൊന്ന് ഓക്കെ ആകുമായിരിക്കും. പക്ഷെ പിന്നെയും അവർ ബാക്ക് ടു ആ പ്രശ്നത്തിലേക്ക് വീണ്ടും അവരെ തിരിച്ചു കൊണ്ടുവരണം. അപ്പൊ ഇതിനൊരു ഫോളോ അപ്പ് വേണ്ടുന്ന ഒരു കാര്യമാണ്. മുറിവിന് ശരിയായ രീതിയിൽ മരുന്ന് പുരട്ടിയില്ലെങ്കിൽ അത് പഴുക്കും അല്ലെ? അപ്പൊ നമ്മൾ കറക്റ്റ് അതിനെ ട്രീറ്റ്മെന്റ് ചെയ്ത് വേണം അത് മുറിവ് ശരിയാക്കാൻ. അപ്പൊ അതുപോലെ തന്നെയാണ് മനസ്സിനേൽക്കുന്ന മുറിവും. നമ്മൾ ഒരു തവണ അത് കൗൺസിലിങ്ങിനൊക്കെ പോകുന്നതിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഒരു തവണ കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്തത് കൊണ്ട് അത് ശരിയാവണമെന്നില്ല. പല സിറ്റിംഗ്സ് വേണം, ഡിപ്പെൻഡിങ് ഓൺ ദ ബിഹേവിയർ ഓഫ് ദ പീപ്പിൾ. ആളുകളുടെ സ്വഭാവം അനുസരിച്ച് സിറ്റിംഗ് പലതായിരിക്കും വേണ്ടത്. ഒരു സിറ്റിംഗ് കഴിയുമ്പോഴായിരിക്കും മനസ്സിലാവുന്നത്. കുട്ടിയെ ആദ്യം കൊണ്ടുവന്നു, ആ ഒരു സിറ്റിംഗ് കുട്ടിയുടെ കൗൺസിലിംഗ് സെഷൻ കഴിയുമ്പോഴാണ് മനസ്സിലാക്കുക വീട്ടിൽ നിന്ന് തുടങ്ങണമെന്ന്. പാരന്റ്സിനെ വിളിപ്പിച്ചു, അടുത്ത സെഷൻ പാരന്റ്സിന്, പിന്നെ കുട്ടിക്കും പാരന്റ്സിനും വേറെ സെഷൻസ്. അത് കഴിയുമ്പോൾ പിന്നെ റിലേറ്റഡ് കുട്ടിയുടെ ഒരു ചേച്ചിയുണ്ടോ അനിയനുണ്ടോ അതിനെയും ചിലപ്പോൾ കൊണ്ടുവരേണ്ടതായിട്ട് വരും. ഓക്കെ, മനസ്സിലായില്ലേ? അങ്ങനെ പല സെഷൻസ് വേണം. ഈ സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ് അതാ. മറ്റേ മുറിവ്, ശരീരത്തിന്റെ മുറിവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കാണാം, അത് ഉണങ്ങി, അത് നമുക്ക് കാണാം. പക്ഷെ ഇത് നമുക്ക് പിടികിട്ടില്ല. അതുകൊണ്ട് ഫോളോ അപ്സ് ഭയങ്കര ആവശ്യമാണ്. അതാണ് ഒരു വ്യത്യാസം വരുന്നത്. ഓക്കെ, അത് നമ്മളുടെ ഉള്ളിൽ വരും. കാരണം ആസ് എ ടീച്ചർ നമുക്ക് അങ്ങനെ കുഞ്ഞുങ്ങളുമായിട്ട് അവരെ ഡീൽ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് ഇഷ്ടമാണ്. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് താനേ നമ്മുടെ മനസ്സിൽ വരുന്നോളൂ. ഈ ഒരു സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡ്, മറ്റുള്ളവരോടുള്ള ആ ഒരു എംപതി, അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ച് അവരുടെ പ്രശ്നം നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് ഫോർ ലോങ് ടേം റിക്കവറി. ലോങ് ടേം റിക്കവറിക്ക് വേണ്ടുന്ന 3 ഹെൽപ്ഫുൾ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഫീലിംഗ് സേഫ്, കാം ആൻഡ് കണക്റ്റഡ് ടു അതേഴ്സ്. നമ്മൾ പറയില്ലേ, ചിലർ എന്തെങ്കിലും വിഷമം വന്നു കഴിഞ്ഞാൽ ആളെ ഒറ്റയ്ക്ക് ഇരുത്തരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ട് പോകും അല്ലെ? വീട്ടില് ആരെങ്കിലും നമുക്ക് നഷ്ടപ്പെട്ടു, മരിച്ചു, അപ്പോ ചിലപ്പോ ആ വ്യക്തിയുമായിട്ട് വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ത് ചെയ്തിട്ട് മതിയെന്ന് അയാൾക്ക് പുറത്തേക്ക് വരാൻ പറ്റുന്നുണ്ടാവില്ലായിരിക്കും. അത്രയ്ക്ക് വിഷമം സഹിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടും അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും നമ്മൾ പറയും ആളെ ഒറ്റയ്ക്ക് വിടരുത്. കുളിക്കാനായിട്ട് പോവുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കും, അവരെ ഒറ്റയ്ക്ക് വിടരുത്, ശ്രദ്ധിക്കണം ഇങ്ങനെ പറഞ്ഞിരിക്കില്ലേ? ആ ലോങ് ടേം റിക്കവറി അവരെപ്പോഴും ഫീലിംഗ് ആ ഒരു സേഫ് കാം ആക്കി വെക്കുക. അവര് സേഫ് ആണെന്നുള്ള ഒരു ബോധം അവർക്കും തോന്നണം. ആ രീതിയിലൊരു എൻവയോൺമെന്റ് അവർക്ക് കൊടുക്കുക. പിന്നെ അവരെ എപ്പോഴും മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യിക്കുക. അവരുടെ ബന്ധുക്കളോ അങ്ങനെ അവരുടെ അടുപ്പമുള്ള മറ്റു വ്യക്തികളോ ഒക്കെ ആയിട്ട് കണക്ട് ചെയ്യിക്കുക. പലപ്പോഴും സ്വന്തം കാര്യം നല്ലപോലെ ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരിക്കും, ഒരു വിഷമം വന്നപ്പോഴേക്കും പിന്നെ ഒന്നും ചെയ്യാനായിട്ട് പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. അപ്പൊ അവരെ കേപ്പബിൾ ആക്കുക, അവരുടെ കാര്യങ്ങളെങ്കിലും ചെയ്യുന്ന രീതിയിൽ അവരെ കേപ്പബിൾ ആക്കുക. ആ ഒരു ഫീൽ അവർക്ക് കൊടുക്കുക. യു ഹാവ് ദ കപ്പാസിറ്റി, നിങ്ങൾക്ക് അതിന് പറ്റും എന്നുള്ള ഫീൽ കൊടുക്കുക. ഫീലിംഗ് ഏബിൾ ടു ഹെൽപ്പ് ദംസെൽസ്, അവർക്ക് അവരുടെ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ. ചിലപ്പോ ചില അമ്മമാരെ കുട്ടികളെ നോക്കാത്ത രീതിയിലായി പോകും. അപ്പൊ അതൊക്കെ ശരിയാക്കി എടുക്കാനായിട്ട് ശ്രമിക്കണം. പിന്നെ അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടിന്റെ ആക്സസ് അതവർക്ക് കിട്ടുന്ന രീതിയിൽ നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യാം. ആക്സസ് ടു സപ്പോർട്ട്, ഇതാണ് ലോങ് ടേം റിക്കവറിക്ക്
ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ്. ഓക്കെ, ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു അറ്റൻഷൻ അല്ലെങ്കിൽ സപ്പോർട്ട് വേണ്ടത്? പീപ്പിൾ ഹൂ നീഡ് സ്പെഷ്യൽ അറ്റൻഷൻ ആൻഡ് സപ്പോർട്ട്. ആ പേജ് എവിടെയാണെന്ന് മനസ്സിലാക്കിയ ആ പേജ് നമ്പർ ഒന്ന് പറഞ്ഞു കൊടുക്കണേ. റിസ്ക് പോപ്പുലേഷൻ പ്രാക്ടിക്കൽ പേജ് നമ്പറാണ് കേട്ടോ. ഏതാ ഷൈമ? 5th പേജ് എടുത്തോളൂ നിങ്ങൾക്ക് വന്ന ആ ഡോക്യുമെന്റിൽ. എങ്ങനെയുള്ളവർക്കാണ് ഇതുപോലുള്ള സപ്പോർട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടത്? പീപ്പിൾ വിത്ത് ലൈഫ് ത്രെറ്റനിങ് ഇഞ്ചുറീസ് നീഡ് എമർജൻസി കെയർ. അതുപോലെ ജീവന അപകടം ഉണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ആക്സിഡന്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു ഇഞ്ചുറി സംഭവിച്ച ഒരാള്, അയാൾക്ക് PF ആവശ്യമാണ്. കാരണം ചിലപ്പോൾ ഡൗൺ ആയിട്ട് അവർ സെൽഫ് ഹാം ചെയ്ത് ജീവിക്കണ്ട എന്നൊരു തോന്നലൊക്കെ തോന്നും. വേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ചിലപ്പോൾ ശരീരം മുറിഞ്ഞു പോയിട്ടുണ്ടാവുമായിരിക്കും, കയ്യോ കാലോ എന്തെങ്കിലുമൊക്കെ മുറിഞ്ഞ് അങ്ങനെ പോയിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം അവർ ചിലപ്പോൾ ലൈഫ് എൻഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനത്തെ രീതിയിൽ പോകും. ഞാൻ ഒരു ട്രെയിനിങ് എടുക്കുന്നുണ്ട്, കരിയറിനെ കുറിച്ചുള്ള ട്രെയിനിങ്. അപ്പൊ ഞങ്ങളുടെ ട്രെയിനർ, സാറിന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ എനിക്കറിയില്ല, അനീഷ് മോഹൻ എന്നാണ് സാറിന്റെ പേര്. സാർ യങ്ങാണ്, മേ ബി ഒരു 30+ അതേ ഉണ്ടാവുള്ളൂ. സാറിന് 20+ ഒക്കെ ആയിരുന്ന സമയത്ത് സാറ് ഈ റെയിൽവേ പാളമില്ലേ ക്രോസ് ചെയ്യാൻ നേരത്തെ സാറിന്റെ ബോഡിയിൽ എങ്ങാണ്ട് ഒരു കാലിലോ മറ്റോ ഒരു ബാൻഡേജ് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ശരിക്കും ഒട്ടിയിട്ടുണ്ടായില്ല, മറ്റേ ചുറ്റുന്ന ബാൻഡേജ് ടൈപ്പില്ലേ. അപ്പൊ അതിങ്ങനെ നീളത്തിൽ കിടന്നിട്ടുണ്ടായിരുന്നു. അത് പാളത്തിൽ ഉടക്കി ഇപ്പൊ സാറ് മുന്നോട്ട് തന്നപ്പോ സാർ അങ്ങനെ വീണപ്പോ സാറിന് എണീക്കാനായിട്ട് പറ്റിയില്ല. അപ്പൊ ട്രെയിൻ വരുന്നുണ്ടായിരുന്നു. ട്രെയിൻ സാറിന്റെ ദേഹത്തൂടെ കയറി ഇറങ്ങി. സാർ പറയുന്ന സാറിന്റെ ശരീരം 3ആയിട്ട് മുറിഞ്ഞു. അതായത് ലെഫ്റ്റ് കയ്യുടെ ഈ കൈപ്പത്തി അതിങ്ങനെ മുറിഞ്ഞുപോയി, റൈറ്റ് കൈപ്പത്തി മുറിഞ്ഞുപോയി. മുറിഞ്ഞിട്ട് കൈ അങ്ങ് ഡാമേജ് ആയി. ഈ കൈ ഡാമേജ് ആയില്ലായിരുന്നു ലെഫ്റ്റ്. പിന്നെ ലെഫ്റ്റ് കാലും മുറിഞ്ഞുപോയി. അങ്ങനെ 3 പീസായി, 2 കൈപ്പത്തി 1 കാലും. ആ രീതിയിലായി പോയി ബോഡി. അപ്പൊ സാറിന്റെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തപ്പോ ഭയങ്കര പെയിൻ സാറിന് സഹിക്കാൻ പറ്റുന്നില്ല. സാറ് അമ്മോട് പറഞ്ഞു, എനിക്ക് ദയാവധം വേണം, മേഴ്സിക്കില്ല, എനിക്ക് ജീവിക്കണ്ട, എന്നെ കൊന്നു തരാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാൻ പറഞ്ഞു. അമ്മ പറഞ്ഞു, ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ എനിക്ക് കാണണം, നിന്നെ ഞാൻ നോക്കും, നിന്നെ എനിക്ക് കാണണം. അത് കഴിഞ്ഞിട്ട് നീ എന്ത് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞിട്ട് എന്ത് വേണേലും ചെയ്തോളാൻ പറഞ്ഞു. ആ വാക്കുകളാണ് സാറിനെ പിന്നെ കൈപിടിച്ചു ഉയർത്തിയത്. പിന്നെ സാറിന്റെ ആ ഒരു റൈറ്റ് ഹാൻഡ് ഇങ്ങനെ ഡാമേജ് ആയി, അതായത് തുന്നി ചേർക്കാൻ പറ്റാത്ത രീതിയിൽ തരിപ്പണായി പോയി. അപ്പൊ ഒരു ആംപ്യൂട്ടഡ് ആയിട്ടുള്ള പാം വെച്ച് പിടിപ്പിച്ചു. ലെഫ്റ്റ് പാം ഡാമേജ് ആയില്ല, അതുകൊണ്ട് അത് തുന്നി ചേർത്തു. പിന്നെ ലെഫ്റ്റ് ലെഗിന് ആംപ്യൂട്ടഡ് ലെഗ് വെച്ചു. അപ്പൊ ഇനീഷ്യലി ഒരു കൃത്രിമ കാലൊക്കെ വെക്കുമ്പോൾ ചോര വരും. ഇങ്ങനെ അത് ശരിക്കും കറക്റ്റ് ഫിക്സ് ആവാതെ നമ്മൾ നടക്കുമ്പോൾ ശരിയാകാതെ വീഴാൻ പോകുമ്പോഴേക്ക് ഇത് കൊണ്ടിട്ട് ഇങ്ങനെ ചോര വരും. കുറെയൊക്കെ വേദന സാർ അനുഭവിച്ചു. പക്ഷെ അതിൽ നിന്നൊക്കെ കയറി വന്നു. സാറ് അതിനുശേഷമാണ് PSCക്ക് ട്രൈ ചെയ്ത് സാറിന് പഞ്ചായത്തില് ക്ലർക്കായിട്ട് ജോലി കിട്ടി. അതിനുശേഷമാണ് സാറിന്റെ കല്യാണം നടന്നത്. സാറിന് ഒരു മോനുണ്ട് 6 വയസ്സുള്ള. സാറിപ്പോ കരിയർ പഞ്ചായത്തില് നമുക്ക് മനസ്സിലായി, പഞ്ചായത്തിൽ ആ ജോലിയല്ല സാറിന്റെ ഇടം. സാറിന് അവിടെ ഇരുന്നിട്ട് ശ്വാസം മുട്ടാൻ തുടങ്ങി. ജോലി റിസൈൻ ചെയ്തു. സാർ ട്രെയിനിങ് സെഷനിലേക്ക് വന്നു. നമ്മുടെ പാഷൻ കണ്ടുപിടിച്ച്, നമ്മളുടെ കഴിവുകൾ കണ്ടുപിടിച്ച് നമ്മൾക്ക് പറ്റിയ ജോലി എന്താണ്, നമ്മുടെ കരിയർ എന്താണ്, അത് കണ്ടെത്താൻ നമ്മളെ ഹെൽപ്പ് ചെയ്യാം. അതാണ് സാർ ചെയ്യുന്ന ഒരു പരിപാടി. അപ്പൊ ഞങ്ങളൊരു ഇന്റർ ടീം ഉള്ളത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികൾ 10th +2 ഒക്കെ ആകുമ്പോഴേക്കും എന്ത് ജോലിക്ക് പോകും. ഇപ്പൊ +2 എടുക്കുന്നത് 10th കഴിയുമ്പോൾ 10th വരെ നമുക്ക് ഓക്കെയാണ്, കൺഫ്യൂഷൻസ് ഒന്നുമില്ല. പക്ഷെ +2 വരുമ്പോൾ അവർ സ്ട്രീം എടുക്കണം. അവർ എന്ത് ജോലിക്കാണ് പോകുന്നത് അതിനെ കണക്ട് ചെയ്യും. അതിനനുസരിച്ച് കുട്ടികളെ കോഴ്സസ് ഒക്കെ തിരഞ്ഞെടുക്കാൻ അവരുടെ മൾട്ടിപ്പിൾ ഇന്റലിജൻസും അവരുടെ പേഴ്സണൽ സ്കിൽസും എല്ലാം കണ്ടെത്തി അങ്ങനെ ആ വഴിയെ കുട്ടികളെ തിരിച്ചുവിടാൻ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ഒരു എൻറ്റയർ ടീമാണ് അവർ. ഹഗ് ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. നമുക്ക് ഭയങ്കര ഒരു എനർജി തോന്നും സാറിനോട് സംസാരിക്കും. സാർ അതിനുശേഷമാണ് ഡ്രൈവിംഗ് പഠിച്ചത്. ഈ തുന്നിച്ചേർത്ത കൈയും റൈറ്റ് കൈയ്യ് ആംപ്യൂട്ടഡ് കൃത്രിമമായിട്ടുള്ള കൈപ്പത്തിയ പിന്നെ ഒരു ലെഫ്റ്റ് ലെഗ് കൃത്രിമ കാലുമാണത്. ഇത് വെച്ചിട്ടാണ് സാറ്
കാറ് ഡ്രൈവ് ചെയ്യുന്നത്. സാറ് പറയാണ്, സാർ ഒരു ദിവസം വൈകുന്നേരം ഒരു ദീപാവലിയോ അങ്ങനെ എന്തൊരു സമയമാണെന്ന് തോന്നുന്നു, സാറിന്റെ വൈഫ് പുറത്തു നിന്ന് ഈ ചിരാത് കത്തിക്കുന്നുണ്ടായിരുന്നു. സാറപ്പം എന്തോ കുളി കഴിഞ്ഞെന്തോ റൂമിലേക്ക് വന്ന് തോർത്തെന്തുന്ന സമയത്ത് വൈഫ് കരയുന്ന ശബ്ദം കേട്ടു. സാർ ഓടി പുറത്തു വന്ന് നോക്കുമ്പോ കാണുന്നത് വൈഫിന്റെ ഡ്രസ്സിലേക്ക് തീ കയറി. അപ്പൊ തീ വന്നപ്പോഴേക്കും പുള്ളിക്കാരി ഓടിയപ്പോ എന്ത് പറ്റി, തീ ആളി പടരാൻ തുടങ്ങി. ഓടുമ്പോ ആ മൂവ്മെന്റ് കൊണ്ട് തീ ആളി പടർന്നു. സാറിന് അപ്പൊ എന്താ ചെയ്യേണ്ടത്? ആ നിമിഷ നേരം കൊണ്ട് സാറ് ചെയ്തത്, അവിടെ കുറെ മണ്ണ് കൂന കൂടി കിടന്നിട്ടുണ്ടായിരുന്നു. സാറിന്റെ ഈ തുന്നിച്ചേർത്ത കൈയും ഈ കൃത്രിമ കൈ രണ്ടും കൂടെ വെച്ചിട്ട് മണ്ണ് വാരി എറിഞ്ഞു. എന്നിട്ട് അപ്പൊ തന്നെ ഒരു ഷർട്ട് ഇട്ടിട്ട് കാറും എടുത്ത് സാറ് തന്നെ ഡ്രൈവ് ചെയ്ത് വൈഫിനെ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ പറ്റിയ ഒരു മനുഷ്യനാണ് ഇങ്ങനെ ഒരു ലെവൽ ഓഫ് ലൈഫിൽ ജീവിച്ച് മറ്റുള്ളവർക്ക് പ്രകാശം വരുന്നത്. ജസ്റ്റ് നമ്മളിലേക്ക് തന്നെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ പൊട്ടൻഷ്യൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. നമ്മൾ എന്തോരം ബ്ലെസ്ഡ് ആയിരിക്കും. നമ്മളെപ്പോഴും നമ്മുടെ ഷോർട്ട് കമ്മിങ്സിനെ കുറിച്ച് ചിന്തിക്കും, നമ്മുടെ ഡെഫിഷ്യൻസി, നമ്മുടെ അൺഡിസൈറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, നമ്മുടെ കുറവുകൾ. എനിക്ക് പറ്റില്ല ലൈക്ക് ദാറ്റ്. അപ്പൊ ഒരു ക്ലാസ്സിലൊരു നിങ്ങൾക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമാണ് ഇത്. നിങ്ങൾക്ക് ഓൺലൈൻ ആണെങ്കിലും അതിനെ മാക്സിമം അതിന്റെ ലിമിറ്റ്സ് ഒക്കെ ഓവർകം ചെയ്ത് ഓഫ്ലൈനിലേക്കാളും ഭംഗിയാക്കുക എന്നുള്ളത് നമ്മളുടെ എല്ലാവരുടെയും കൂടെ ജോലി തന്നെയാണ്. മാക്സിമം അത് യൂസ് ചെയ്യുക. ഒരു പ്രെയർ, ഈ പ്ലാറ്റ്ഫോം കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളുടെ കോഴ്സ് കഴിയും. അപ്പൊ എനിക്ക് അന്ന് പ്രെയർ പറയാമായിരുന്നു, എനിക്കിത് തോട്ട് ഫോർ ദ ഡേ പറയാമായിരുന്നു എന്നൊക്കെ നമുക്ക് അന്ന് തോന്നും. നമ്മൾ സ്കൂളിൽ ചെല്ലുമ്പോൾ കുട്ടികളുടെ കൂടെ ഡാൻസ് ചെയ്യേണ്ടവരും പാട്ട് പാടേണ്ടവരും അവരുടെ പല രീതിയിലുള്ള ഗെയിംസിൽ നമ്മൾ ഏർപ്പെടേണ്ടതായിട്ട് വരും. അപ്പൊ എന്ത് ചെയ്യും? അപ്പൊ നാണമാണെന്ന് പറഞ്ഞാൽ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം കുട്ടികൾക്ക് വേണ്ടത് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അതിനാണ് നമ്മൾ ഈ കോഴ്സിൽ വന്നേക്കുന്നത് അല്ലെ. ഇതൊക്കെയാണ് അതിന്റെ കാര്യങ്ങൾ. ഇങ്ങനെ ലൈഫ് ത്രെട്ടണിങ് ഇഞ്ചുറീസ് വരുമ്പോഴേക്കും ചിലപ്പോൾ അവര് വല്ല മാനസികമായി വല്ലാണ്ട് വിഷമിച്ചു പോകും. അവർക്ക് എങ്ങനെയെങ്കിലും ലൈഫ് ഒന്ന് എൻഡ് ചെയ്യാൻ മതി എന്നുള്ള രീതിയിൽ അവരായി. അങ്ങനെയുള്ള ആളുകൾക്ക് PFA ആവശ്യമാണ്. പിന്നെ പലപ്പോഴും വളരെ അപ്സെറ്റ് ആയി പോകുന്നു. എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഷോക്കിംഗ് ഇൻസിഡന്റ് വരുമ്പോൾ അപ്സെറ്റ് ആയി പോകുന്നു. ചില അമ്മമാരെ കുഞ്ഞുങ്ങളെ പോലും നോക്കാതെ ഹസ്ബൻഡ് പെട്ടെന്ന് മരിക്കുമ്പോൾ വൈഫ് അല്ലെങ്കിൽ ലൈഫ് പാർട്ട്ണർ പെട്ടെന്ന് തന്നെ തളർന്നു പോകുന്നു, കുട്ടികളെ നോക്കാൻ പറ്റാത്ത രീതിയിലാകുന്നു. ആ രീതിയിൽ വരുന്നവര്. പിന്നെ പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് സെൽഫ് ഹാം ചെയ്യാൻ സാധ്യതയുള്ള ആളുകൾ, സൂയിസൈഡ് ടെൻഡൻസി ഉള്ളവര്, മറ്റുള്ളവരെ ഹാം ചെയ്യാൻ സാധ്യതയുള്ളവര്, പീപ്പിൾ അറ്റ് റിസ്ക് ഓഫ് ഹാമിങ് അതേഴ്സ്, മറ്റുള്ള ആളുകളെ ഉപദ്രവിക്കും. ആ ഒരു രീതിയിലുള്ളതാണ്. ഇനി കുട്ടികളും അഡോളസൻസും കൗമാരക്കാരും, പ്രത്യേകിച്ചും ബ്രോക്കൺ ഫാമിലീസ് എന്നുള്ളത്, അച്ഛനെയും അമ്മയിൽ നിന്നും സെപ്പറേറ്റഡ് ആക്കപ്പെട്ടവരെ, അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരുണ്ടാവാം, അച്ഛനും അമ്മയും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് പിരിഞ്ഞവരുണ്ടാവും. ചിലപ്പോൾ ഒന്നില്ലെങ്കിൽ അച്ഛന്റെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ ഒന്നുകിൽ അമ്മയുടെ കൂടെ ആയിരിക്കും, അല്ലെങ്കിൽ അതുവരെ രണ്ടുപേരും അല്ലാതെ ഏതെങ്കിലുമൊക്കെ റിലേറ്റീവ്സിന്റെ കൂടെ ആയിരിക്കും. അങ്ങനെയുള്ള കുട്ടികൾ ചിലപ്പം അങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ അവര് അബ്യൂസിനും എക്സ്പ്ലോയിറ്റേഷനും ഒക്കെ അവർ ആയി പോവാൻ ചാൻസസ് ഉണ്ട്. അങ്ങനെയുള്ള കുട്ടികളെ, അഡോളസെന്റ് ഗ്രൂപ്പിനെ, പിന്നെ പലപ്പോഴും ഹെൽത്ത് കണ്ടീഷൻസ് മോശമായിട്ടുള്ള ആളുകൾ, അത് ഫിസിക്കലും ആകാം മെന്റൽ ഡിസബിലിറ്റീസും ആകാം. പ്രത്യേകിച്ച് പ്രായമായവര്, നല്ല ചുറുചുറുക്കോടെ ഓടി നടന്ന് പണിയെടുത്തവരായിരിക്കാം. പെട്ടെന്ന് എന്തെങ്കിലും അസുഖം വന്ന് കിടപ്പായി പോകും. പഴയ പോലെ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ ഫ്രസ്ട്രേറ്റഡ് ആകും. അങ്ങനെ പോയിട്ട് ചിലപ്പോൾ ലൈഫ് എൻഡ് ചെയ്യാം. അല്ലെങ്കിൽ ഞാന് പറവൂര് ടൗണിൽ ഇടയ്ക്ക് പോകുന്ന സമയങ്ങളിലെല്ലാം ഈ പഴം വാങ്ങുന്നത്, ചെറുപഴവും ഞാലിപ്പൂരും ഏത്തപ്പഴവും റോബസ്റ്റയൊക്കെ മാത്രമായിട്ടൊരു വണ്ടിയിൽ കച്ചവടം ചെയ്യുന്ന ഒരാളുടെ നാടൻ പഴങ്ങളാണ്. അപ്പൊ ഞാൻ എപ്പോഴും അയാളുടെ കയ്യിൽ നിന്ന് വാങ്ങും. എനിക്ക് ചെറുകിട ആൾക്കാരെ പ്രൊമോട്ട് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. വണ്ടിയിലുള്ള പച്ചക്കറി അങ്ങനെയൊക്കെയാണ് വാങ്ങാറ് പൊതുവെ. അപ്പോ അങ്ങനെ ഈ ആളുടെ നിന്നും ടൗണിൽ പോകുമ്പോൾ നിറയെ പഴവും വാങ്ങിയിട്ടാണ് ഞാൻ പോകുന്നത്. കുറെ വിശേഷങ്ങളൊക്കെ സംസാരിക്കും കേട്ടോ, കുറെ കാര്യങ്ങളൊക്കെ പറയും, സംസാരിക്കും. അപ്പൊ ഒരു പ്രാവശ്യം ഞാൻ ഇതുപോലെ ടൗണിൽ വന്ന് പഴം വാങ്ങാനായിട്ട് ചെല്ലുമ്പോൾ അയാളുടെ വണ്ടി ഇങ്ങനെ മൂടിയിട്ടിരിക്കുക. അപ്പൊ അടുത്ത് തന്നെ അയാളൊരു ഫ്ലക്സും വെച്ചിരിക്കുന്നു. അത് 51 വയസ്സേ ഉള്ളൂ, മരിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ അതിന്റെ 2 ദിവസം മുമ്പോ എന്തോ കണ്ട് സംസാരിച്ചതേ ഉള്ളൂ. ഞാൻ പെട്ടെന്ന് അവിടെ അടുത്ത കടയിലെ ആളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞു സൂസൈഡ് ചെയ്തു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര, അത്രയും ചിരിച്ച് ഭയങ്കര നല്ല രീതിയിൽ സംസാരിച്ച ഒരു വ്യക്തി ഈ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്ക് സൂസൈഡ് ചെയ്തു എന്ന് കേട്ടപ്പോഴേക്കും എനിക്ക് ഭയങ്കര ഷോക്ക് പോലെ ആയിപ്പോയി. ഞാൻ പിന്നെ അതൊന്ന് എന്തുകൊണ്ടാണെന്നൊന്നും അന്വേഷിച്ചിട്ട് പറയണേന്ന് ഞാൻ പറഞ്ഞു. അടുത്ത ദിവസം ഞാൻ ടൗണിൽ ചെന്നപ്പോൾ അയാളോട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് പുള്ളിക്ക് ഫിനാൻഷ്യലി പ്രശ്നങ്ങളൊന്നുമില്ല, സാധാരണ കുടുംബം, പക്ഷെ കടങ്ങളോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ ഒന്നുമില്ല.
ഈ പറയുന്ന പോലെ എന്താ, 2 പെൺകുട്ടികളുണ്ട്. 2 പെൺകുട്ടികളെ നല്ല രീതിയിൽ തന്നെ കല്യാണം കഴിച്ചു. അതിൽ ബാധ്യതകളോ ഒന്നുമില്ല. പക്ഷെ പുള്ളി റീസെന്റ് ഡയഗ്നോസ് ചെയ്തു ക്യാൻസർ ആണ്. അപ്പൊ പുള്ളി അത് അറിഞ്ഞ ഉടനെ തന്നെ പുള്ളി വീടിന് പുറത്തുള്ള ഒരു മരത്തില് പ്ലാവോ തോന്നുന്നു പ്ലാവോ അതിലങ്ങ് ഹാങ്. അപ്പം ക്യാൻസറിന് കേട്ടപ്പോ പേടിയായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റ് എടുക്കാനും അതിന്റെ ബുദ്ധിമുട്ടുകൾ സഹിക്കാനും പറ്റാത്തതുകൊണ്ടായിരിക്കാം, മറ്റുള്ളവർക്ക് ഒരു ഭാരവും ആകണ്ട എന്ന് വിചാരിച്ചിട്ടായിരിക്കാം ഞാൻ ചെയ്യുന്നത്. അങ്ങനെയുമുള്ള ആളുകൾ ചിലപ്പോ അങ്ങനെ ഒരു ഹെൽത്ത് കണ്ടീഷൻസ് ഒക്കെ വരുമ്പോൾ ലൈഫ് അങ്ങ് എൻഡ് ചെയ്തേക്കാം എന്നുള്ള തോന്നലോടുകൂടി വരുന്ന ആളുകൾ. പിന്നെ പ്രഗ്നൻസി സമയത്തും ആഫ്റ്റർ ഡെലിവറി സമയത്തും പൊതുവെ സ്ത്രീകൾക്ക് ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള ഒരു രീതിയിൽ പോസ്റ്റ്മോർട്ടം സിൻഡ്രോം ഉണ്ടാവാറുണ്ടല്ലേ. പലപ്പോഴും ആ ഒരു സമയത്ത് ലൈഫ് പാർട്ട്ണറുടെ പ്രത്യേകിച്ചും നല്ലൊരു സപ്പോർട്ട്, വീട്ടിലുള്ള മറ്റുള്ളവരുടെ നല്ലൊരു സപ്പോർട്ട്, കാരണം ബോഡിയിലും ഒക്കെ പല ചേഞ്ചസ് വരുന്ന ഒരു സമയം, ഹോർമോണൽ ചേഞ്ചസും അങ്ങനെ പല രീതിയിലും മാറ്റങ്ങൾ വരുന്നു. പിന്നെ അത് ഒരു കുട്ടിയെ കുഞ്ഞു കുട്ടിയെ ടേക്ക് കെയർ ചെയ്യണം, അതിനെക്കുറിച്ചുള്ള ഒരു കൺസേണും അതിനെക്കുറിച്ചുള്ള കൺഫ്യൂഷൻസും ഒക്കെ നിറയെ ഉണ്ടാവും. അപ്പൊ മദർഹുഡ് എന്ന് പറയുന്നത് നമുക്ക് ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് പോകും. ഈ മദർഹുഡ് അമ്മയാകുക എന്നുള്ളതൊന്നും അല്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിലെ വലിയ പീക്കായിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ അമ്മയാകുമ്പോ നമ്മൾ എന്തായിരുന്നോ ആ നമ്മളായി തന്നെ ആ ഒരു അമ്മയാകുന്നതിനെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. അതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിരുന്നത്. ഉമ്മയായി കഴിഞ്ഞാൽ എല്ലാം തികഞ്ഞു ആ ഒരു രീതിയിൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാ. നമ്മൾ അമ്മയാകുമ്പോ നമ്മൾ അതുവരെ നമ്മളുടെ ഒരു വ്യക്തിത്വം, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റി, ഒരു ഇൻഡിവിജ്വാലിറ്റി ഉണ്ടായിരുന്നല്ലോ, ആ ഇൻഡിവിജ്വൽ ആയി തന്നെ നമുക്ക് ആ അമ്മയായതിനെ നമുക്ക് എൻജോയ് ചെയ്യാനും ആ കുഞ്ഞിനെ നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്യാനും പറ്റുമ്പോഴാണ് സമാധാനം സന്തോഷം ഉണ്ടാവുന്നത്. അല്ലാതെ എല്ലാരും കൂടെ പ്രഷറൈസ് ചെയ്ത് കുട്ടി അങ്ങനെ നോക്കും, കുട്ടി ഇങ്ങനെ നോക്കൂ ഇതൊക്കെ പറയുമ്പോഴേക്കും നമുക്ക് അതേ വട്ടായി പോകും. അപ്പോ അത് സമയത്ത് സ്ത്രീകൾക്ക് പൊതുവെ എന്നുവെച്ചാൽ ബോഡിയിൽ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവുന്നു, ഹോർമോണൽ ചേഞ്ചസും എല്ലാം കൂടെ അത് ബാലൻസ് ആവാൻ ഭയങ്കര പാടായിരിക്കും കുറച്ച് നാളത്തേക്ക്. അങ്ങനെയുള്ള പല കൺഫ്യൂഷൻസ് നമുക്ക് ഭയങ്കര ദേഷ്യം തോന്നും മാം, പിന്നീട് നമ്മള് ആസ്വദിക്കാൻ തുടങ്ങും. അതെ അതെ അതെ. നമുക്ക് ആ ഉറക്കം നമ്മുടെ ശരിയാകാതെ വരുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് ശരിക്കും. ആ കുട്ടിക്ക് പുറത്ത് വന്നിട്ട് പുറത്തെ സാഹചര്യമായിട്ട് കുട്ടി പൊരുത്തപ്പെട്ട് വരണമല്ലോ. അതാണ് ചില കുട്ടികൾ ചിലപ്പോൾ ഈസിലി ആകുമായിരിക്കും, ചില കുട്ടികൾക്ക് ഒട്ടും പറ്റില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എന്റെ ചേച്ചിയുടെ 2 മക്കളും കരച്ചിലായിരുന്നു. അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്യുന്നെന്ന് വെച്ച് കഴിഞ്ഞാല് ചേച്ചിയോട് ഉറങ്ങാൻ പറഞ്ഞിട്ട് കുറെ നേരം ഞാൻ നോക്കും, കുറെ നേരം അച്ഛൻ നോക്കും, കുറെ നേരം അമ്മ നോക്കും. പിന്നെ അമ്മയെ ഞങ്ങൾ ഫ്രീ ആക്കി വിടും, കാരണം അമ്മയ്ക്ക് അല്ലാതെ തന്നെ പല ജോലികളും ഉണ്ടാവുമല്ലോ, ചേച്ചിയുടെ കുറെ കാര്യങ്ങൾ നോക്കും. അപ്പൊ അതുകൊണ്ട് ഞാനും അച്ഛനും കൂടെ മാറി തിരിഞ്ഞു നിന്ന് കൊച്ചിനെ തൊട്ടിലിട്ട് ഉറക്കല രാത്രി 2 മണിക്കൊക്കെ വേണം. അപ്പൊ അങ്ങനെ അതിപ്പോ നമുക്ക് ആരും ട്രെയിനിങ് തന്നിട്ടല്ല, നമുക്കങ്ങ് ആ ഒരു ഇത് മനസ്സിലാകുന്നു. കാരണം വേറൊരു ഫേസിലേക്ക് പോവുകയാണല്ലോ കുഞ്ഞിന്റെ അമ്മയാകുക എന്ന് പറഞ്ഞാൽ. ആൾക്കും റെസ്റ്റ് വേണമല്ലോ, ബോഡിയിൽ നല്ല ചേഞ്ചസ് ഉണ്ടായിട്ടാണ് കുട്ടി പുറത്തേക്ക് വരുന്നത്. ബോഡി നല്ല വീക്കാണ്, അത് ശരിയായി വരാൻ കുറച്ച് സമയമെടുക്കും. അപ്പൊ അത് നമ്മള് വീട്ടിലുള്ളവരാണ് ശരിക്കും അവരെ നല്ലപോലെ കെയർ ചെയ്യേണ്ടത്. കാരണം അവർക്ക് പല സന്ദർഭങ്ങൾ വരുമ്പോഴാണ് ബുദ്ധിമുട്ട്. കുഞ്ഞിനെ നമ്മൾ തന്നെ കുഞ്ഞിന്റെ കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യേണ്ട ഒരു സാഹചര്യം വരുമ്പോഴും, പിന്നെ മറ്റുള്ളവർ ആൾക്കാരില്ലെങ്കിലും കുടുംബത്തിൽ അങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ ആളുകൾ ഇല്ലെങ്കിൽ അത് നമ്മൾ ശരിക്കും ബാധിക്കുന്ന എനിക്ക് തോന്നുന്നു. അതെ അതെ ശരിയാണ്. സപ്പോർട്ട് ചെയ്യാൻ ആളില്ലെങ്കിലും ഉണ്ടെങ്കിലും ബാധിച്ചിട്ടുണ്ട്. ഒറ്റയ്ക്ക് തന്നെയായിരുന്നു ഒരു സ്റ്റേജിലൂടെ ഇപ്പൊ കടന്നു വന്നിട്ടുള്ളൂ മിസ്. അതെ അതെ ശരി. ആകെ ഡിപ്രഷൻ അടിച്ചുപോയി അതെല്ലാം കഴിയുമ്പോഴത്തേക്ക്. കാരണം ഞാൻ സിസേറിയൻ കഴിഞ്ഞിട്ട് എന്നെ നേരെ ഒരു പിന്നെ ആയുർവേദ കെയറിന്റെ അടുത്ത് ആക്കിയത്. അപ്പൊ ഞാൻ 3 പ്രസവം സുഖപ്രസവമായിരുന്നു, 4മത്തെ സിസേറിയൻ. അതിന്റെ ടെൻഷനും വിഷമവും വേദനയെല്ലാം ഒരു ഭാഗത്തുണ്ട്. അപ്പൊ എന്റെ കൂടെ നിന്നത് എന്റെ മോളാ, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഓള്. കുറെ പഠിച്ച് അവളങ്ങ് ഉറങ്ങിപ്പോവും. അപ്പൊ ഒന്ന് കുഞ്ഞിനെ എടുത്തു തരാനോ അല്ലെങ്കിൽ നമ്മളെ വിഷമം മനസ്സിലാക്കാനോ അല്ലെ വേദന മനസ്സിലാക്കാനോ ഒന്നും ഒപ്പരം ആരും ഇല്ലേനു. ഉമ്മ വീട്ടിലേനു. അപ്പൊ അത്രയും 30 ദിവസം എന്ന് പറയുന്നത് അത്രയും ഞാൻ സങ്കടത്തിലും ഡിപ്രഷനിലെല്ലാം ആയിപ്പോയിരുന്നു. അതാർക്കും മനസ്സിലാക്കാനും പറ്റിയില്ല. നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ നമ്മളൊപ്പം ഉണ്ടെങ്കിലല്ലേ അതിൽ നിന്ന് ഇതുണ്ടാവാൻ, റിക്കവറി ഉണ്ടാവാൻ. ഇപ്പൊ നമുക്ക് വി നോ ദാറ്റ് ഫീൽ. അപ്പൊ നമ്മൾക്ക് നമ്മളുടെ കുട്ടികളോട് അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിലുള്ള ഇതുപോലെ ഒരു ഫേസിലൂടെ കടന്നു പോകുന്നവരെ നമുക്ക് നല്ലപോലെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ ഓരോരുത്തരും ചിന്തിച്ചാൽ മതി. പക്ഷെ ഇപ്പൊ ഈ ലൈഫ് പാർട്ണർക്കൊക്കെ കുറെ അതിനെപ്പറ്റി അറിയാൻ തോന്നുന്നു, കുറെ അവയർനെസ് കിട്ടുന്നുണ്ട് ആൾക്കാർക്ക്.
പണ്ടത്തെ ആൾക്കാർ നമ്മുടെ അമ്മയല്ല അതിന് മുന്നേ ഉള്ള ആൾക്കാരൊക്കെ പറയണ ഞങ്ങൾ ഇത്ര പ്രസവിച്ചതാ, ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയായിരുന്നു അന്നത്തെ ഒരു വീട്ടില് അതൊക്കെ പ്രസവിച്ചതാ. അറിയാം, നമ്മളൊക്കെ ലൈഫ് വീട്ടിലാ പാർട്ട്ണർക്ക് അതിനെ പ്രസവിച്ചേ. കുറിച്ചൊക്കെ അറിയാം. പക്ഷെ എന്റെ ഹസ്ബൻഡ് അപ്പൊ എന്റെ ഒപ്പം ഉണ്ടായിരുന്നു മിസ്സേ. പക്ഷേ ഓർക്ക് കുഞ്ഞിനെ എടുക്കാനെല്ലാം പേടിയാ, ചെറിയ ഭാവിയല്ലേ. അപ്പൊ അവര് നല്ല കൺഫ്യൂഷനിലായിരിക്കും അതെ. ഇങ്ങനെ നമുക്ക് പെരുമാറുന്നതിനെ കുറിച്ച് അവര്. സപ്പോർട്ട് ചെയ്യാനൊക്കെ അവർക്ക് പറ്റും, പക്ഷെ അവർക്ക് അവരുടെ അമ്മേനെ പേടിക്കേണ്ടി വരും. ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യപ്പോ. അന്നേരം നമ്മൾ ആരുമല്ല, നമ്മളും കുട്ടിയും ആരുമല്ല, അവരെ വീട്ടുകാർ ഇതാക്കും. അതെ, എന്തായാലും നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് നമുക്ക് കുറെ പേരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമല്ലോ, അത് മതി. അപ്പൊ ഒരുവിധമൊക്കെ എല്ലാവർക്കും ഒരു അവയർനെസ് ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും ഇതിനകത്ത് കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്, അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. പിന്നെ എക്സാമിന് ഉണ്ടാകുമോ എന്ന് നിങ്ങൾ ചോദിച്ചു. ഞാൻ മോക്ക് ടെസ്റ്റില് കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതിനകത്ത് ഇപ്പം ലോങ് ടേം റിക്കവറിക്ക് നമ്മൾ 3 പോയിന്റ്സ് കണ്ടു. ഞാനിപ്പോ താഴെ ഏതെങ്കിലും ഇതിനകത്ത് ഒരു പോയിന്റ്സ് കൊടുത്തിട്ട് ലോങ് ടേം റിക്കവറിക്ക് PFA ലോങ് ടേം റിക്കവറി ഹെൽപ്പ് ചെയ്യുന്ന വൺ ഓഫ് ദ ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഫാക്ടർ ഏതാണോ അങ്ങനെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ആ 3 നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഏതായിരിക്കും ഓപ്ഷനിൽ ഉണ്ടാവുമെന്ന് അറിയില്ലല്ലോ. ചിലപ്പോൾ 3 കൊടുക്കുമായിരിക്കും, ഓൾ ഓഫ് ദിസ് അങ്ങനെയും കൊടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ ക്വസ്റ്റ്യൻ എന്ന് മനസ്സിലാക്കി പഠിക്കാം. പിന്നെ ബേസിക് പ്രിൻസിപ്പിൾസ്, ആ 7 പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണെന്ന്. അപ്പൊ ക്വസ്റ്റ്യനകത്ത് ഏതെങ്കിലും ഒരു പ്രിൻസിപ്പിൾ തരും, ബാക്കി അതിലില്ലാത്ത എന്തെങ്കിലും തരും, അപ്പൊ അത് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസേ വരുള്ളൂ. അപ്പൊ ഞാനത് മോക്ക് ടെസ്റ്റിൽ തരും. മോക്ക് ടെസ്റ്റിൽ തരുന്ന PFA ഒരു എക്സ്ട്രാ ടോപ്പിക് ആയതുകൊണ്ട് മോക്ക് ടെസ്റ്റില് PFAയുടെ വരുന്ന ക്വസ്റ്റ്യൻ മാത്രം കണക്ട് ചെയ്യുന്ന ഏരിയ ഒന്ന് നോക്കിയാൽ മതി. ക്ലിയർ? 5ാമത്തെ റെക്കോർഡ് സ്റ്റാർട്ട് ചെയ്യണോ നമ്മള്? സമയം ഉണ്ടെങ്കിൽ എഴുതിക്കോളൂ സ്റ്റെഫി. പിന്നെ ഞാൻ പറയാൻ കാരണം വെച്ചാൽ പാർട്ട് 3 സ്റ്റാർട്ട് ചെയ്യുന്നതിന്റെ ഒപ്പം നിങ്ങൾ അത് എഴുതി പോവുകയാണെങ്കിൽ നല്ലതായിരിക്കും. കാരണം പാർട്ട് 3 ആവുമ്പോൾ അതൊന്ന് ഫിനിഷ് ആവണം, പാർട്ട് 3 തീരുമ്പോഴേക്കും. കാരണം നമ്മൾ പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യും. പ്രാക്ടിക്കൽ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആ റെക്കോർഡ് ഫിനിഷ് ആയാൽ നന്നായിരിക്കും. കാരണം നമ്മൾ എഴുതുമ്പോൾ 1 ടൈം റീഡ് ചെയ്ത് എഴുതുക, അപ്പം തലയിൽ ഇരിക്കും അത്. അപ്പൊ പ്രാക്ടിക്കൽ ചെയ്യുമ്പോൾ എളുപ്പമായിരിക്കും. പ്രാക്ടിക്കൽ ഓൺലൈൻ ആണോ? രണ്ടും ഉണ്ടാവും, ഓൺലൈനും ഉണ്ടാവും. നമുക്ക് നേരിട്ട് വന്ന് നിങ്ങൾക്ക് അവിടെ നമ്മുടെ ഓഫീസിലാണ് ആ ഒരു മോണ്ടിസോറി ഏരിയ വെച്ചിരിക്കുന്നത്, ആ മെറ്റീരിയൽസ് ഉള്ളത് നേരിട്ട് വന്ന് ചെയ്യാം. ഓൺലൈൻ കഴിഞ്ഞിട്ടേ നേരിട്ടുള്ളത് ഉണ്ടാവുള്ളൂ. ഇപ്പം 14 ബാച്ച് വരെയുള്ള പ്രാക്ടിക്കൽസ് ഓൺലൈനും നേരിട്ട് വന്നിട്ടുള്ളതും കഴിഞ്ഞു. ഇനി പെരുന്നാൾ കഴിയുമ്പോൾ 15 തുടങ്ങും, പിന്നെ 16, 17, പിന്നെ നിങ്ങളുടെ 18 അല്ലേ, 18 ആ രീതിയിലായിരിക്കും. മോസ്റ്റ് പ്രോബബ്ലി മാർച്ച് ലാസ്റ്റ് പെരുന്നാൾ കഴിയുമ്പോൾ ഏപ്രിലില് 15ഉം 16ഉം ഉണ്ടാകാം. ഏപ്രിൽ, മെയ്, ജൂൺ ഒക്കെ സമയമാകുമ്പോഴേക്കും നിങ്ങളുടെ കാണുമായിരിക്കും 18. അല്ലെങ്കിൽ നമ്മുടെ ഇതിലെ പാർട്ട് 1 ഏകദേശം സൈക്കോളജീന്റെ മാത്രമേ ഉള്ളൂ കുറച്ച് എടുക്കാൻ. അപ്പൊ എക്സാം എങ്ങനെ എപ്പോഴാ വരിക? മെയിലൊക്കെ ഉണ്ടാവുമോ? പാർട്ട് 2 സൈക്കോളജി? ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജി എന്നുള്ളതില് ഇനി കുറച്ച് 6, 7, 8 അങ്ങനെ എടുക്കാനുള്ളൂ. ആ ചാപ്റ്റേഴ്സേ ഉള്ളൂ. അതിൽ 6ഉം 7ഉം ഞാനായിരിക്കും എടുക്കുന്നത്. നീഡ്സ് ഇപ്പൊ അപർണ മിസ് എടുക്കുന്നുണ്ട്. പിന്നെ 6, 7, 9, 10 പിന്നെ ഉണ്ടാവും. വേറെ ഏത് ടീച്ചറാ ഉള്ളത് നിങ്ങളുടെ ക്ലാസ്സില്? ഞാനും അപർണ മിസ്സും ആതിര മിസ്സും. ഓക്കെ, ആതിര മിസ് മോസ്റ്റ് പ്രോബ്ലി സൈക്കോളജി, എഡ്യൂക്കേഷൻ സൈക്കോളജി എടുക്കുമായിരിക്കും. ഞാൻ ചോദിച്ചു നോക്കട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ച്. അപർണ മിസ് 5ഉം 8ഉം എടുക്കാൻ വേണ്ടിട്ടുണ്ട്, ലാംഗ്വേജ് ഡെവലപ്മെന്റും നീഡ്സും അപർണ മാം എടുക്കാൻ വേണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കി ആതിര മിസ്സാണ് അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിൽ 7, 8, 9 അല്ല 9, 10. അതായത് പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഒരു മോഡൽ എക്സാം പോലെ. അതായത് മൊഡ്യൂൾ 1ന്റെ ടെസ്റ്റ് മൊത്തം കഴിയുമ്പോൾ ഒരു എക്സാം അല്ല, മൊഡ്യൂൾ 1ലെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഒരു ടേം എക്സാമിനേഷൻ. പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ രണ്ടാമത്തെ ടേം എക്സാമിനേഷൻ. ഇതിന്റെ ഒപ്പം തന്നെ ആ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ഇംഗ്ലീഷ് എത്ര പഠിപ്പിച്ചോ അതും കൂടെ ചേർക്കും ആ ടേം 1 എക്സാമിനേഷനിൽ. പാർട്ട് 3ഉം പാർട്ട് 4ഉം കഴിയുമ്പോൾ ബാക്കിയുള്ള ഇംഗ്ലീഷ് ഏകദേശം മെയിലൊക്കെ വരുമോ എക്സാം? ടേം 1 എക്സാമിനേഷൻ ഇപ്പൊ 16ന്റെ എക്സാമിനേഷൻ ആണ് തിങ്കളാഴ്ച വരുന്നത്, ഈ കമ്മിങ് മൺഡേ. അപ്പൊ അത് കഴിഞ്ഞാൽ ഉടനെ തന്നെ 17 തുടങ്ങും. 17ന്റെ എക്സാം ആവും ടേം 1. അത് കഴിയുമ്പോൾ നിങ്ങളുടെ ആവും. ദാറ്റ് മീൻസ് ഏപ്രിൽ എന്തായാലും കാണുമായിരിക്കും, ഏപ്രിൽ ലാസ്റ്റ് ആ ഒരു ടൈമില്.
15 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 2 മാർക്സ് ഈച്ച്, 100 മാർക്സ് ആയിരിക്കും ടോട്ടൽ. ഇതൊരു മോഡൽ എക്സാമിന്റെ പാറ്റേൺ തന്നെയാണ്. മോഡൽ എക്സാം സബ്ജക്ട് വൈസ് ഇത് ടേം 1 ടേം 2 കുട്ടികൾക്ക് നടക്കത്തില്ലേ പീരിയോഡിക് ടെസ്റ്റ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ മെയിൻ എക്സാമിന് മുമ്പുള്ള 2 പീരിയോഡിക് ടെസ്റ്റുകൾ. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ മെയിൻ എക്സാം സ്റ്റാർട്ട് ചെയ്യും. അത് പിന്നെ സബ്ജക്ട് വൈസ് ആണ്. പാറ്റേൺ എല്ലാം സെയിം തന്നെ, ക്വസ്റ്റ്യന്റെ നമ്പറും മാർക്കും എല്ലാം സെയിം തന്നെ, പക്ഷെ സബ്ജക്ട് വൈസ് ആയിരിക്കും. ഓക്കെ, അതിന്റെ ഡീറ്റെയിൽസ് പിന്നെ പറയാം. ടേം 1 എക്സാമിനേഷൻ പാർട്ട് 1ഉം പാർട്ട് 2ഉം കഴിയുമ്പോൾ ടേം 1 എക്സാമിനേഷൻ സ്റ്റാർട്ട് ചെയ്യും. 40 ക്വസ്റ്റ്യൻസ് ആയിരിക്കും പാർട്ട് 1നും പാർട്ട് 2നും, 10 ക്വസ്റ്റ്യൻ ഇംഗ്ലീഷ്, അങ്ങനെയായിരിക്കും പോകുന്നത്. ഓക്കെ, ഇതിന് അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. നെക്സ്റ്റ് ക്ലാസ്സിൽ PFK കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ പാർട്ട് 2 ഞാൻ ഏതാ എടുക്കേണ്ടതെന്ന് അന്വേഷിച്ച് അതിനനുസരിച്ചിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ ഓക്കെ, ബൈ. റെക്കോർഡിൽ എഴുതാനുള്ളത് കറക്റ്റ് മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ, അതിനനുസരിച്ചാണ് 5ാമത്തെ റെക്കോർഡിൽ എഴുതാൻ പാടും. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ മാം, താങ്ക് യു.